السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ സംരംഭം, ഈ കൂടിയിരുത്തം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും നമുക്ക് നൽകിക്കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധതരം നമസ്കാരക്കാർ എന്ന വിഷയമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തിനോട് 4 രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ആളുകളെ വ്യത്യസ്ത സൂറത്തുകളിലായി, ആയത്തുകളിലായി നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം നിസ്കാരത്തെ പാടെ നിഷേധിക്കുന്ന ആളുകളാണ്. മനൻകർ സലാഹ്, നിസ്കാരത്തെ നിഷേധിക്കുക, നിസ്കരിക്കാതിരിക്കുക എന്നുള്ള വിഭാഗമാണ്. നിസ്കാരം ഫർളാണെന്നുള്ള കാര്യം അവർ വിശ്വസിക്കുന്നില്ല. അടിസ്ഥാനപരമായ സത്യനിഷേധികൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതല്ല, ഒരു മുസ്ലിമായ ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി, മകളായി ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ട് ആ ഇസ്ലാമിൻ്റെ വൃത്തമെന്ന മഹത്തരമായ ആ അനുഗ്രഹത്തെ പാഴാക്കി കളഞ്ഞ ഹതഭാഗ്യവാന്മാരായ ആളുകളുണ്ട്. ഈ 2 കൂട്ടരും ഈ ഇനത്തിലാണ് പെടുന്നത്. അവർ നിസ്കാരത്തെ പാടെ ഉപേക്ഷിക്കുകയാണ്, നിസ്കരിക്കുകയില്ല. ഇതിൽ ആദ്യത്തെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിലായി ജനിച്ചുകൊണ്ട് പിന്നീട് നിസ്കാരം ഉപേക്ഷിക്കുക വഴി കുഫറിൻ്റെ വഴി തിരഞ്ഞെടുത്ത ഈ ആളുകൾ, അവർ സഹോദരങ്ങളെ, അവർ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ വിഭാഗം മുനാഫിക്കുകളാണ്. ഇവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്, ഇവർ വളരെ കുറച്ചു മാത്രം ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി ചില കാട്ടിക്കൂട്ടലുകൾ നിസ്കാരം എന്ന രൂപത്തിൽ അവർ കാണിക്കുന്നതാണ്. ഹൃദയത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ്. അവർ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയൊന്നും അവർക്കില്ല. ആളുകളെ കാണിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. കുഫാറുകളെപ്പോലെ തന്നെ അതിനേക്കാൾ നരകത്തിൻ്റെ അടിത്തട്ടിൽ കഴിയേണ്ടി വരുന്ന മുനാഫിക്കുകളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു രീതിയിൽ നിസ്കാരത്തിനോടുള്ള സമീപനം സ്വീകരിച്ച ആളുകളെ പരിചയപ്പെടുത്തുന്നത്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ, അവർ നിസ്കാരത്തെ പാഴാക്കി കളയുന്നവർ എന്നാണ് പരിചയപ്പെടുത്തിയത്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരം കൊണ്ട് ലഭിക്കേണ്ടതായ ഒന്നും അവർ നേടിയെടുക്കുന്നില്ല. അവർ നിസ്കാരത്തെ പാഴാക്കി കളയുന്ന ആളുകളാണ്. നാലാമത്തെ വിഭാഗം, അവരാണ് വിജയികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും നിസ്കരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നടക്കുകയും അങ്ങനെ നിസ്കാരം അതിൻ്റെ മുറക്ക്
നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ നിസ്കാരത്തോടുള്ള സമീപനത്തിൽ ഇത്തരം 4 ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം സഹോദരങ്ങളെ നാം പറഞ്ഞു, മൻ അൻകറ അസ്സലാ വജഹദഹ വലം യഅ്തഖിദ് ബിഫർളിയതിഹ. അവർ നിസ്കാരത്തെ തള്ളിക്കളഞ്ഞ ആളുകളാണ്, അതിനെ നിഷേധിക്കുകയും അത് ഫർളാണെന്ന് വിശ്വസിക്കുകയും ചെയ്യാത്ത ആളുകളാണ്. നാളെ പരലോകത്ത് വെച്ച് അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ സ്വർഗീയവാസികൾ, അവർ നരകത്തിൽ കിടക്കുന്ന ആളുകളോട്, അവരിൽ ചിലരെ ഇവർക്ക് പരിചയവുമുണ്ട്, ഈ ആളുകളോട് ചോദിക്കുന്നുണ്ട്, മാ സലകക്കും ഫീ സഖർ. സഖർ എന്ന ഈ നരകത്തിൽ പ്രവേശിക്കാൻ എന്താണ് നിങ്ങൾക്കുണ്ടായ കാരണം? നിങ്ങളെ സഖറിലേക്ക് പ്രവേശിപ്പിച്ചത് എന്താണ്? അവിടെ കുഫാറുകൾ നാളെ പറയാനുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖാലു ലം നകു മിനൽ മുസല്ലീൻ. അവരാദ്യം പറഞ്ഞത് നമ്മൾ നിസ്കരിക്കുമായിരുന്നില്ല എന്നാണ്. ഭൂമിയിൽ വെച്ച് നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമായിരുന്നില്ല. നിസ്കാരത്തെ നിഷേധിച്ച് തള്ളിയവരാണ്. നിസ്കാരം അതിൻ്റെ സമയം കടന്നു പോകുമ്പോൾ മറ്റു ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പാഞ്ഞ ആളുകളാണ്, നിസ്കാരത്തെ പാഴാക്കി കളഞ്ഞ ആളുകളാണ്. വലം നകു നുത്ഇമുൽ മിസ്കീൻ. സാധുക്കളുണ്ടായിരുന്നു ചുറ്റും, അവർക്ക് വേണ്ടി സ്വതക്കകളോ നന്മകളോ ഒന്നും ചെയ്യാത്ത ആളുകളാണ്. തീർന്നില്ല, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ദീനിനെ പരിഹസിക്കുന്ന, ദീനിനെ പുച്ഛിച്ച് തള്ളുന്ന, ദീനിൻ്റെ കർമ്മങ്ങളെല്ലാം വളരെ മോശപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന ആളുകളായി പരിഹാസം എന്ന സ്വഭാവം സ്വീകരിച്ച ആളുകളോടൊപ്പമായിരുന്നു നമ്മൾ. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. ഇങ്ങനൊരു പരലോകം വരാനുണ്ട്, ഇങ്ങനൊരു ചോദ്യമൊക്കെയുണ്ട്, വിചാരണ നേരിടേണ്ടി വരും. ഇത്തരം കാര്യമെല്ലാം നമ്മൾ നിഷേധിച്ചു, അങ്ങനെ മരണപ്പെട്ടു. ഹത്താ അത്താനൽ യഖീൻ. മരണം വരുന്നത് വരെ ഇങ്ങനെ തുടർന്നു എന്നവർ അവിടെ വിലപിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവർ നിസ്കാരത്തോട് സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ള സമീപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ഇസ്ലാമിലേക്ക് ഒരാൾ ഇസ്ലാമിൻ്റെ വൃത്തത്തിനകത്ത് നിർത്തുന്നത് അവൻ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ടാണ്. നിസ്കാരം പാഴാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ കാലഘട്ടങ്ങളിൽ നിസ്കാരം പാടെ ഉപേക്ഷിക്കുക, പാഴാക്കി കളയുക, നിസ്കാരം എന്ന് പറയുന്ന പരിപാടിയെ ഉപേക്ഷിക്കുന്ന ആളുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. വിശേഷ ചെറുപ്പക്കാർക്കിടയിൽ നിസ്കരിക്കുക എന്നുള്ളത് എന്തോ കുറവ് പോലെ കാണുന്ന ആളുകളുണ്ട്. ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ മതഭ്രാന്തനാണെന്ന് ആളുകൾ എന്നെ ചാപ്പകുത്തും, അതുകൊണ്ട് അങ്ങനെ ആളൊക്കെ കൂടുന്നിടത്തൊന്നും ഞാൻ നിസ്കരിക്കേണ്ടതില്ല. പ്രത്യേകിച്ചും കോളേജുകളിലും ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കാരം ഉപേക്ഷിക്കുകയാണ്. അതിനുള്ള എല്ലാ സൗകര്യം ഉണ്ടായാൽ പോലും നിസ്കാരവും അതുപോലെ തന്നെ ദീനി ചിഹ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളുമെല്ലാം അവർ പാടെ ഉപേക്ഷിക്കുന്നത് കാണാം. സ്ത്രീകളാണെങ്കിൽ അവർക്കറിയാം, ഞാൻ ഈ കോലത്തിലൊന്നും നടന്നാൽ പോരാ, കൃത്യമായ ഹിജാബ് അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ധരിച്ച് നടന്നാൽ ആളുകൾ എന്നെ ഒരു മതഭ്രാന്തിയായിട്ട് പറയും, അങ്ങനെ പരിഗണിക്കും. ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ദീനിൻ്റെ ചിഹ്നങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നു, വലിയ ഭാരം ചുമക്കുന്നവളാണ് എന്ന രൂപത്തിൽ ആളുകൾ എന്നെ പരിചയപ്പെടുത്തും, പരിഹസിക്കും. ഇതൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ. പക്ഷേ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ പരലോകത്ത് വെച്ച് നിസ്കാരം ഉപേക്ഷിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് നാം ഈ ആയത്തിലൂടെ കേട്ടിട്ടുള്ളത്. ഇത്തരക്കാരായ ആളുകളെ പ്രത്യേകം നമ്മൾ ഉപദേശിക്കേണ്ടതുണ്ട്. നമ്മുടെ ദഅവത്ത് ഏറ്റവും വലിയ രീതിയിൽ സഹോദരങ്ങളെ നാം നടത്തേണ്ടത് 2 വിഷയത്തിലാണ്. ഒന്ന് തൗഹീദിൻ്റെ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, സഹായം തേടാവൂ എന്ന കാര്യം നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുമുള്ള ആളുകളോട് നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്ക് അവരോട് സ്നേഹമുണ്ടെങ്കിൽ, ചുറ്റുമുള്ള ഈ ആളുകളോട് അല്പമെങ്കിലും നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നീട് നമുക്കത് പറയാൻ സാധിക്കുകയില്ല. നാമോ അല്ലെങ്കിൽ അവരോ ഏത് നേരം വേണമെങ്കിലും റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടവരാണ്. തൗഹീദില്ലാതെ എങ്ങാനും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയാൽ അവർക്കില്ല, ഇനി രക്ഷയില്ല, ഇനി അമൽ ചെയ്യാനുള്ള ഒരു അവസരമില്ല. തൗബ ചെയ്തുകൊണ്ട് അള്ളാഹിനോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കാം, ദർഗകളിലേക്ക് പോകുകയില്ല, ഔലിയാക്കളോട് കരങ്ങൾ ഉയർത്തുകയില്ല എന്ന് പറയാൻ ഇനി
അവർക്ക് അവസരമില്ല. മരണത്തോടുകൂടി അവർക്കത് ബോധ്യപ്പെടുന്നതാണ്. പിന്നീടുള്ള കടുത്ത പരീക്ഷണങ്ങൾ അത് ഖബറിലും ശേഷമുള്ള ജീവിതങ്ങളിലുമൊക്കെ കിട്ടുമ്പോൾ അവർക്കതിന് തിരിച്ചു വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഈ തൗഹീദ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ കുടുംബത്തിലുണ്ടാകും നിസ്കരിക്കാത്ത ആളുകളുണ്ടാകും, അതല്ലെങ്കിൽ തോന്നുമ്പോൾ മാത്രം നിസ്കരിക്കുന്ന ആളുകളുണ്ടാകും. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആഴ്ചകളിൽ മാത്രം നിസ്കരിക്കുന്നവർ, വർഷത്തിലൊരിക്കൽ മാത്രം നിസ്കരിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മക്കളുടെ കൂട്ടത്തിലോ സഹോദരങ്ങളുടെ കൂട്ടത്തിലോ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയാറുള്ളത് ഉപദേശങ്ങളത് രണ്ട് കാര്യങ്ങൾ ഒരുമിപ്പിച്ചാണ് നാം നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം സ്വീകരിച്ച ശൈലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ സ്വീകരിച്ച ശൈലിയും ഈ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, താക്കീതുകൾ നൽകണം. നീ നിലക്ക് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ നിൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നിനക്കുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്, അത്തരം ആയത്തുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഇത്തരം പ്രവൃത്തികൾ നാം ചെയ്തു കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ ഹദീസുകളിലും അതുപോലെ ആയത്തുകളിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളുടെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ്. നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് ഈ ഒന്നാമത്തെ വിഭാഗക്കാർക്ക് വേണ്ടിയാണ്. നിസ്കാരം ഉപേക്ഷിച്ച് തള്ളുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അവരറിയേണ്ടത് നിസ്കാരം എന്ന് പറയുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് ആദ്യം ചോദ്യം ചെയ്യുന്ന അമലാണ്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ-അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് ആദ്യം നമ്മോട് വിചാരണ ചെയ്യുന്നത് അവൻ്റെ അമലുകളിൽ നിസ്കാരമാണ്. ആ നിസ്കാരമുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൻ വിജയിച്ചു. ആ വിചാരണയിൽ അവൻ രക്ഷപ്പെട്ടോ ബാക്കിയുള്ള കാര്യത്തിൽ അവൻ വിജയിച്ചു. അതിൽ പരാജയപ്പെട്ടോ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. കാരണം ചില ആളുകളെ പിശാച് വഴിപഴപ്പിക്കുന്നത് അങ്ങനെയാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ബാക്കി പലതുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സാധുക്കളൊക്കെ സഹായിക്കുന്നുണ്ടല്ലോ, നാട്ടിൽ നല്ല രൂപത്തിലൊക്കെ സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്തായാലും നീ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് അല്പം നിസ്കാരമൊന്നും പോയാൽ കുഴപ്പമില്ല, ഒരു അസറൊന്നും പോയാൽ കുഴപ്പമില്ല, പൊതുപരിപാടിക്ക് വേണ്ടിയല്ലേ, മഗ്രിബും ഇശയൊക്കെ പോയാൽ കുഴപ്പമില്ല, മീറ്റിങ്ങിന് വേണ്ടിയല്ലേ, അതൊക്കെ ഉമ്മത്തിന് ഉപകരിക്കാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത് എന്ന രൂപത്തിൽ പിശാചിൻ്റെ വഞ്ചനാത്മകമായ ചില ദുർബോധനങ്ങൾ ഉണ്ടാകും. പക്ഷെ മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം ചോദിക്കുന്നത് നീ പാവപ്പെട്ടവനെ സഹായിച്ചോ എന്നല്ല, ആദ്യം ചോദിക്കുന്നത് ബുദ്ധിമുട്ടുള്ളവൻ്റെ കണ്ണീരൊപ്പിയോ എന്നല്ല. ഇതൊക്കെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്, യാതൊരു സംശയവുമില്ല, തെറ്റിദ്ധരിക്കേണ്ടതില്ല. പക്ഷേ ആദ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് മിൻ അമലിഹി സ്വലാത്തു, അവൻ്റെ അമലുകളിൽ നിസ്കാരം ഉണ്ടോ എന്നാണ്. നിസ്കാരമില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഇതിൻ്റെ റിസൾട്ട് അവിടെ കിട്ടുകയില്ല. ദുനിയാവിൽ ചിലപ്പോൾ ആളുകൾ നിന്നെ വലിയ സോഷ്യൽ വർക്കറായിട്ടോ അതല്ലെങ്കിൽ വലിയ പരിഷ്കർത്താവായിട്ടോ ഒക്കെ ആളുകൾ പറഞ്ഞേക്കാം ഒരു വേള. ചിലപ്പോൾ അതും ഉണ്ടാവുകയില്ല. ജനങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ചിലപ്പോൾ അതും ഉണ്ടാവുകയില്ല. എന്നാൽ പരലോകത്ത് വെച്ച് നിനക്ക് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒന്നാമതായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളിൽ നിന്ന് ചോദിക്കുന്നത് നിസ്കാരമാണ്. കാരണം തൗഹീദിന് ശേഷം നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന വസിയത്ത് എന്താണ്? മുആദിനോട് പറയുന്നുണ്ട്, മുആദേ, നീ യമനിൽ പോയി തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അവസാന സമയത്താണ് ഈ പോകുന്നത്. പറഞ്ഞത് അപ്പടിയായിരുന്നു. ഇനി നീ തിരിച്ചു വരുമ്പോൾ എന്നെ കാണണമെന്നില്ല, നിനക്ക് ഞാൻ ചില ബലവത്തായ ചില ഉപദേശങ്ങൾ നൽകാനുണ്ട്. നീ അവിടെ ഖാദിയായി ദാഇയായി പോകുകയാണ്. ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൻ്റെ അടുക്കലേക്കാണ് നീ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫഅവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യത്തിലേക്കാണ്. ചില റിവായത്തിൽ ഇല അൻ തുവഹിദുല്ലാഹ്, തൗഹീദിലേക്കാണെന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നീ ആദ്യമായി ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ് എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഫഇൻഹും അതാഉ ലിദാലിക്
ആ വിഷയത്തിൽ അവർ നിന്നെ അനുസരിക്കുകയാണെങ്കിൽ ഫഅലിംഹും, അവർ നീ പഠിപ്പിച്ച് മനസ്സിലാക്കണം, അന്നല്ലാഹു ഇഫ്തറദ അലൈഹിം 5 സലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, ഓരോ ദിവസത്തിലും ഓരോ രാപ്പകലുകൾ മാറി മറയുമ്പോഴും 5 നേരത്തെ നിർബന്ധ നിസ്കാരം അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന കാര്യം പഠിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് സഹോദരങ്ങൾ, അഹ്ലുൽ കിതാബ് അവർ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചാൽ ആദ്യം അവർ നിർവഹിക്കേണ്ടത് 5 നേരത്തെ നിസ്കാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, വഅലമു അന്ന ഖൈറ അമാലിക്കും അസ്സലാ, മുഅ്മിനീങ്ങളെ വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്മയുള്ളത് അസ്സലാ, നിസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. നിങ്ങൾ നിസ്കാരത്തിൻ്റെ പ്രത്യേകത നോക്കൂ. ബാക്കിയുള്ള അമലുകളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വഹയും കൊണ്ട് ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുകയാണ്, മക്കയിലേക്ക് മദീനയിലേക്ക്. വഹയിൻ്റെ 2 ഭൂമികളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നതാണ് കാര്യം എന്നുള്ളത്. എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയം വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇസ്രാഉം മിഅ്റാജും നമുക്കറിയുന്ന കാര്യമാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തിയിട്ടുള്ള സംഭവത്തിനെയാണ് ഇസ്രാ എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറയുന്നത് പിന്നീട് അവിടെ നിന്നും 7 ആകാശത്തിന് മുകളിലേക്ക് ഒരടിമക്ക് അള്ളാഹുവിനോട് എത്ര അടുപ്പത്തിലെത്താം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. സിദ്റത്തുൽ മുൻതഹയിലെത്തി. അവിടെ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നേർക്കുനേരെ സംസാരിച്ചു കൊണ്ടാണ് നിസ്കാരത്തിൻ്റെ കാര്യം പറയുന്നത്. അഥവാ അവിടെ ഒരു മീഡിയേറ്ററെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചില്ല. സാധാരണ ജിബ്രീലാണ് കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ഇവിടെ നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന് എത്ര പ്രാധാന്യം നൽകിയെന്ന് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. ഇത് കഴിഞ്ഞ എല്ലാ അമ്പിയാക്കൾക്കും നിസ്കാരമുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഖുർആൻ വായിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ അമ്പിയാക്കളോടെല്ലാം അവരുടെ നിസ്കാരത്തെക്കുറിച്ച്, അവർ നിസ്കരിച്ചതിനെക്കുറിച്ച് ഒരുപാട് ആയത്തുകളിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല എല്ലാ ഉമ്മത്തീങ്ങൾക്കും നിർബന്ധമാക്കിയ കാര്യമാണ് നിസ്കാരം നിർവഹിക്കണമെന്നുള്ളത്. ഒരു വേള അതിൻ്റെ വിശദാംശങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, രൂപങ്ങളിൽ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷെ നിസ്കാരം അതെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായി ചെയ്യാൻ അവൻ കൽപ്പിക്കപ്പെടുന്നതും നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. അല്ല, നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മുടെ കുട്ടികളോട് ആദ്യം ചെയ്യാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ തൈ നടാൻ, നിർബന്ധമായി ഒരു ചെടി നടണം എന്നാണ്. അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നിർബന്ധമായി ചെയ്യണമെന്നാണോ? ഒന്നുമല്ല. ആദ്യമായി അവരോട് കൽപ്പിക്കാൻ പറഞ്ഞത് മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ 7 സിനീൻ, 7 വയസ്സാകുമ്പോഴേക്കും നിസ്കരിക്കണമെന്ന് നിങ്ങൾ കൽപ്പിക്കണം എന്നാണ്. അത് തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. 7 വയസ്സ് നിസ്കാരം നിർബന്ധമാകുന്ന പ്രായമല്ല. ഇബാദത്തുകൾ ഒന്നും നിർബന്ധമാകുന്ന പ്രായമല്ല 7 വയസ്സ്. ഇബാദത്തുകൾ നിർബന്ധമാകുന്നത് യഥാർത്ഥത്തിൽ ബുലൂഗെത്തുമ്പോഴാണ്, പ്രായപൂർത്തിയെത്തുമ്പോഴാണ്. പക്ഷേ നിസ്കാരം എന്ന് പറയുന്നത് അത് നേരത്തെ തുടങ്ങി ശീലിക്കേണ്ടതുണ്ട്. പ്രായപൂർത്തി എത്തുമ്പോഴേക്കും നിസ്കാരക്കാരനാകേണ്ടതുണ്ട്. പിന്നീട് ഒരു വക്ത് പോലും ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ഒരു വക്ത് പോലും ഉപേക്ഷിക്കുന്നത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള കാരണമാണെന്ന് പണ്ഡിതന്മാർക്ക്, വലിയൊരു വിഭാഗം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ കുട്ടിക്കുണ്ടാകരുത്. 7 വയസ്സിൽ തന്നെ അവൻ നിസ്കാരം തുടങ്ങണം. വല്ലപ്പോഴും അവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ അടിക്കൊന്നും വേണ്ട, എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദ്രിബൂഹും വഹും അബ്നാഉ 10, അവൻ 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ ചെറിയ അടിയൊക്കെ കൊടുക്കണം. അല്ലാതെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ ചെറിയ അടിയൊക്കെ കൊടുത്ത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി കൊണ്ടുവരണം. അതിനു മുമ്പ് തന്നെ നിസ്കാരത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ചും പറഞ്ഞ് അവൻ മനസ്സിലാക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം പ്രാധാന്യം നിസ്കാരത്തിന് നൽകി എന്ന് മനസ്സിലാക്കാനുള്ള ചില തെളിവുകളാണ്. അതുകൊണ്ട് നിസ്കാരം പാഴാക്കുന്നവർ 7 വയസ്സു മുതൽ നിങ്ങൾ നിസ്കരിക്കേണ്ടവരാണ്. ഇന്ന് പ്രായപൂർത്തിയെത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ നൽകുന്ന വലിയ ഒരു അനുഗ്രഹീതമായ ഒരു പ്രായമാണ് ഈ പ്രായപൂർത്തി എത്തിയതിന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിസ്കരിക്കാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട് നിസ്കാരത്തെ പാഴാക്കി കളയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്നും വിട പറഞ്ഞു പോകുന്ന അവസാന മണിക്കൂറുകളിൽ പറഞ്ഞ സംസാരങ്ങൾ സ്വഹാബത്ത് ഒപ്പിയെടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞിട്ടുള്ളത് അസ്സലാത്ത അസ്സലാത്ത വമാ മലക്കത ഈമാനുക്കും, നിസ്കാരം നിസ്കാരം,
അത് പാഴാക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമ്മ മലക്ക തൈമാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ ഭാര്യമാർ, വൃദ്ധന്മാർ, അടിമകൾ, ഇവരുടെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണെന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ നബിദിനം പോലെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരികയോ ചെയ്യാത്തതായ കാര്യങ്ങൾ പോലും നബിയോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ചിലരുണ്ട്. പക്ഷെ ഇവരിൽ പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേളയിൽ പോലും ആവർത്തിച്ച് പറഞ്ഞ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒന്നുകിൽ അത് പാഴാക്കുന്നവരായിരിക്കും, അതല്ലെങ്കിൽ തോന്നുമ്പോൾ മാത്രം നിസ്കരിക്കുന്നവരായിരിക്കും. അവരുടെ സിനിമകൾക്ക് ശേഷം, അവരുടെ വിനോദങ്ങൾക്ക് ശേഷം, അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ശേഷം എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കും. ഇവരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ? എങ്കിൽ അവരുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളായിരുന്നു ആദ്യം അവർ നിറവേറ്റേണ്ടത്, ആദ്യം അവർ കൈക്കൊള്ളേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളായിരുന്നു. പക്ഷെ അത് കാണുന്നില്ല. ഇത് നിസ്കാരത്തിൻ്റെ കാര്യം സഹോദരങ്ങളെ, ഒരു വേളയിൽ പോലും നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പാടില്ലാത്തതായ കാര്യമാണ്. ഹൈദോ നിഫാസോ ഇല്ലാത്തതായ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാ സന്ദർഭങ്ങളിലും നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. നിനക്ക് ബോധമുണ്ടോ? നീ ഏതവസ്ഥയിലാണെങ്കിലും ശരി, നീ ഓപ്പറേഷൻ തിയേറ്ററിലാകട്ടെ, യുദ്ധഭൂമിയിലാകട്ടെ, എവിടെയാകട്ടെ, നിനക്ക് നിസ്കാരം ഒഴിവാക്കാൻ അനുവാദമില്ല. നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് ഇരുന്നിട്ട് സാധിക്കാത്തവർക്ക് കിടന്നിട്ടും എങ്ങനെ വേണമെങ്കിലും നിസ്കരിക്കാവുന്നതാണ്. അതിൻ്റെ നിബന്ധനകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഇളവ് നൽകുകയാണ്. വെള്ളം ലഭിച്ചില്ലെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ നീ നിനക്ക് മണ്ണുപയോഗിച്ചുകൊണ്ട് തയമ്മും ചെയ്താൽ മതി. യാത്രയാണ്, ബുദ്ധിമുട്ടുണ്ട്, 2 നിസ്കാരങ്ങൾ ഒന്നിൻ്റെ സമയത്ത് ചുരുക്കിയൊക്കെ നിസ്കരിച്ചോളൂ. നിസ്കാരം പാഴാക്കാൻ പാടില്ല. അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ നിസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാ വിഷയത്തിൽ എന്താ? ഇന്ന ബൈനർ റജുലി വൽ കുഫ്രി വശ്ശിർകി തർക്കുസ്സലാ. ഒരു മനുഷ്യൻ്റെയും ഷിർക്ക് കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ്. വളരെ കൃത്യമായി പറഞ്ഞു, അൽഹദുല്ലദി ബൈനനാ വബൈനഹും അസ്സലാ. നമുക്കും അവർക്കും, അഥവാ കുഫാറുകൾക്കും അവിശ്വാസികൾക്കും തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് പേരിലല്ല. നമ്മുടെ പേര് മുഹമ്മദ് സെയ്ദ് എന്നൊക്കെ ആയിരിക്കും, അവരുടെ പേര് രാമൻ സീത എന്നൊക്കെ ആയിരിക്കും. അല്ല, പേരിലല്ല. പേരൊരു മര്യാദയുടെ ഭാഗമാണ് മുസ്ലിമീങ്ങളുടെ പേര് സ്വീകരിക്കുക എന്നുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹദുല്ലദി ബൈനനാ വബൈനഹും അസ്സലാ, നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ. ആരാ നിസ്കാരം ഉപേക്ഷിക്കുന്നുവോ എങ്കിൽ അവരെ പോലെ തന്നെ നീ ആയി. നിന്റെ പേരെന്തായാലും ശരി. വളരെ കൃത്യമായി സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ വിശ്വാസം എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും അല്ലാഹു പാഴാക്കിയിട്ടില്ല. ഖിബലയിനി കഅബയിലേക്ക് തിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിസ്കാരങ്ങളൊന്നും പാഴാക്കിയിട്ടില്ല. അവിടെ യഹൂദികൾ പരിഹസിച്ചല്ലോ, ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് അവർക്കും അറിയാം. എങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ നിസ്കാരം പാഴായില്ലേ? കഅബ ഇപ്പം മാറി, നിങ്ങളുടെ ഖിബല മാറി. നേരത്തെ നിങ്ങൾ വടക്കോട്ടാണ് മദീനയിൽ നിന്ന് നിസ്കരിച്ചത്, ബൈത്തുൽ മഖ്ദിസിലേക്ക്. ഇപ്പം നിങ്ങൾ തെക്കോട്ടേക്കാണ് നിസ്കരിക്കുന്നത്, മസ്ജിദുൽ ഹറാമിലേക്കാണ് നിസ്കരിക്കുന്നത്. നിങ്ങളുടെ പഴയ നിസ്കാരങ്ങളൊക്കെ പാഴായില്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ അള്ളാഹു ആയത്തിറക്കി, വമാ കാന അല്ലാഹു ലിയുദീഅ സലാത്തക്കും എന്നല്ല പറഞ്ഞത്, ഈമാനക്കും, നിങ്ങളുടെ വിശ്വാസം എന്നാണ് നിസ്കാരത്തെ പരിചയപ്പെടുത്തിയത്. ഈമാൻ എന്ന് തന്നെ നിസ്കാരത്തെ കുറിച്ച് പറയാൻ, അഥവാ അത് പാഴായി പോയാൽ ഈമാൻ പാഴായതുപോലെയാണ്, നീ കുഫറിലേക്ക് പ്രവേശിച്ചതുപോലെയാണ് എന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ട് ഈ രൂപത്തിൽ നമുക്ക് പരിശോധിച്ചാൽ എത്ര ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഉപേക്ഷിച്ച ആളുകളെ താക്കീത് ചെയ്തിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്കരിക്കാത്ത, ദുനിയാവിൽ റുക്കൂയിലേക്കോ സുജൂദിലേക്കോ പോകാത്ത ആളുകളെ കുറിച്ചിട്ട് പരലോകത്ത് അവരെ പരിഹസിച്ചുകൊണ്ടുള്ള ശിക്ഷ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. അന്നേ ദിവസം അവരോട് നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഫലാ യസ്തതിഊൻ, അവർക്ക് സാധിക്കുകയില്ല, അവർ മുതുക് വളയുകയില്ല എന്നാണ്. അവർ നേരെ അങ്ങ് നിലംപൊത്തുകയാണ്, മരങ്ങൾ വീഴുന്നത് പോലെ നിലംപൊത്തുകയാണ്. അവിടെ റുക്കൂവോ സുജൂദോ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ദുനിയാവിൽ അത് ചെയ്യാതെ മരിച്ചുപോയ ആളുകളാണെന്നാണ് സഹോദരങ്ങളിൽ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, പരലോകത്ത് വെച്ച്
നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല, നീ ദുനിയാവിൽ സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകമായി നിസ്കാരത്തിൻ്റെ അടയാളം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നതാണ്. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമ ഗുർറൻ മുഹജ്ജിലീന മിൻ ആഥാരിൽ വുളു. ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്ത് വുളുവിൻ്റെ അടയാളം കൊണ്ട് അവർക്ക് തിളക്കമുണ്ടാകുന്നതായിരിക്കും, അതിൻ്റെ ശോഭയുണ്ടാകുന്നതായിരിക്കും, അവരുടെ നെറ്റിത്തടങ്ങളിലും വുളുവിൻ്റെ അവയവങ്ങളിലൊക്കെ തിളക്കമുണ്ടാകുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എത്രത്തോളം ഒരാൾ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയാണെങ്കിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടുന്ന് അറിയിച്ചു, ഹറമല്ലാഹു അസ്സ വജൽ അല നാരി അൻ തഅകുല അസറ സുജൂദ്. സുജൂദിൻ്റെ അടയാളമുള്ള ഭാഗത്ത് നരകം നിഷിദ്ധമാണ്, നരകം അതിനെ തിന്നുകയില്ല എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരം പാഴാക്കി കളഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടമാണ് ഒരാൾക്ക് സംഭവിക്കാനുള്ളത്. നിസ്കാരം എന്ന് പറയുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൺകുളിർമയാകേണ്ട കാര്യമാണ്, അവൻ ടെൻഷനാകേണ്ട കാര്യമല്ല, അവനൊരു തലവേദന ആകേണ്ട കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമുണ്ടായാൽ അവിടുന്ന് യാ ബിലാൽ അഖ്മിസ് സലാ അരിഹ്നാ ബിഹാ, സമയമായാൽ അവിടുന്ന് ഉടനെ തന്നെ ബിലാലിനോട് പറയും, ബിലാൽ നീ ഇഖാമത്ത് കൊടുക്ക്, അതുകൊണ്ട് നമുക്ക് റാഹത്ത് കിട്ടട്ടെ. റാഹത്തിന് വേണ്ടി അവിടുന്ന് കുതിച്ചിരുന്നു. മനസ്സിന് സമാധാനമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് നിസ്കരിക്കണം, അള്ളാഹിനോട് കാര്യം പറയണം എന്ന ചിന്തയാണ്. അവിടുന്ന് പറഞ്ഞത് ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് സഹോദരങ്ങൾ, എല്ലാ നിലക്കും നിസ്കാരം എന്ന് പറയുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അംഗീകാരമാണ്, അവന് നിസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത്. ആകാശഭൂമികളെ പടച്ച റബ്ബിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവസരം നൽകിയിരിക്കുകയാണ്. നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്, ആരെയാണ് ഇബാദത്ത് ചെയ്യുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്? ഈ കാണുന്ന ആകാശഭൂമികളെ മുഴുവനും പടച്ച റബ്ബിനോട്. ആ റബ്ബിനോടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത്. ആ റബ്ബിൻ്റെ അടുക്കിലേക്ക് ഏറ്റവും അടുപ്പമുണ്ടാക്കാൻ സാധിക്കുന്ന നിസ്കാരത്തിലാണ്. ഒരു അടിമ ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിസ്കാരം നന്നായിട്ടില്ലെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും പാഴായിപ്പോയി എന്ന കാര്യം മനസ്സിലാക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയേണ്ട കാര്യം, നിസ്കാരം എന്ന് പറയുന്നത് അവൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അതിൻ്റെ തലഭാഗമാണ്. റഅ്സുൽ അംരി അൽ ഇസ്ലാം വ അമൂദുഹു അസ്സലാ വ ദർവത്തു സനാമിഹി അൽ ജിഹാദ്. ഒരിക്കൽ മഹാനായ സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരുപാട് അമലുകളെക്കുറിച്ച് ചോദിച്ച് അറിയുകയുണ്ടായി. എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ ഒരുപാട് ചോദിച്ചറിയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം പറഞ്ഞു, കാര്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമാണ്, തൗഹീദാണ്. അതിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് നിസ്കാരമാണ്. അതിൻ്റെ പ്രകടമായ അടയാളം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ അറിയിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയത്ത്, അല്ലെ ചില ഹദീസുകളിലുണ്ട്, അവൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കണമെന്നുള്ളത്. ആ ഹദീസുമായി ബന്ധപ്പെട്ട് അത് സ്വഹീഹാണോ ദുർബലതയുണ്ടോ എന്നുള്ളത് മുഹദ്ദിസീങ്ങൾക്ക് ഇടയിൽ ചർച്ചയുള്ളൊരു വിഷയമാണ്. എങ്കിലും അത് സ്വഹീഹാണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യമായി അവൻ കേൾക്കുന്ന വാചകങ്ങൾ അത് ബാങ്കാണ്. ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ അപ്പോഴാണ് അവന് വേണ്ടി നിസ്കരിക്കപ്പെടുന്നത്. ഇതിനിടയിലുള്ള ഈ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ബാങ്കിൻ്റെയും അതേപോലെ തന്നെ നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അവന് ഇബാദത്ത് ചെയ്യേണ്ടത്. ചില കവികൾ പറഞ്ഞതുപോലെ അദാനുൽ മർഇ ഹീന തുഫ്ലു യഅതി, ഒരു കുട്ടി ജനിക്കുന്ന വേളയിൽ അവൻ്റെ ബാങ്ക് വിളിക്കപ്പെടുന്നുണ്ട്. വതഖീറുസ് സലാത്തി ഇലൽ മമാതി, പക്ഷേ നിസ്കാരം നിർവഹിക്കുന്നത് അത് മരിച്ചതിന് ശേഷമാണ്. ദലീലുൻ അന്ന മഹ്യാഹു യസീറുൻ കമാ ബൈനൽ അദാനി ഇലസ് സലാത്തി. ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ബാങ്കിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള ചെറിയ ഒരു ഇടവേള പോലെ മാത്രമാണ് നിസ്കാരം എന്നാണ്. ആളുകൾക്ക് പല ദീനിൻ്റെ നിയമങ്ങളും ഒക്കെ പാലിക്കാൻ വലിയ പ്രയാസമായിട്ടാണ് പറയുന്നത്. എത്ര കാലമാണ് നമുക്ക് ആകെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്? വളരെ കുറഞ്ഞ കാലം. എത്ര മണിക്കൂറുകളാണ് ഒരു ദിവസം നമുക്ക് നിസ്കരിക്കാനുള്ളത്? വളരെ കുറഞ്ഞ അളവ് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാടൊന്നും നമ്മോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു ദിവസത്തെ നിസ്കാരം എത്രമാത്രമാണ് ഒരാൾക്കുണ്ടാവുക? ഒരു മണിക്കൂർ പോലും 5 നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ അവനില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ. പക്ഷേ ഈ ആളുകൾ നിസ്കാരത്തെ പാഴാക്കി കളയുകയാണ്. നിസ്കാരത്തെ സഹോദരങ്ങളെ ആളുകൾ
ഒന്നാകെ പാഴാക്കി കളയുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒന്നാമത്തെ ആളുകളോട് പറയാനുള്ളത് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിനക്ക് തുടരാൻ താല്പര്യമില്ലെങ്കിൽ നിസ്കാരം നീ ഉപേക്ഷിച്ചുകൊള്ളൂ. പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അത് നരകമാണ്. ഫിർഔനിൻ്റെയും ഹാമാനിൻ്റെയും അതേപോലെയുള്ള ധിക്കാരികളായ ആളുകളുടെ കൂടെ പരലോകത്ത് നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ആ നരകവാസികളുടെ കൂടെ നിനക്ക് പോകേണ്ടതുണ്ടോ? ഇന്ന് നമ്മൾ പല നേതാക്കളെയും പല ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ വളരെ ദേഷ്യത്തോടു കൂടി കാണുന്നുണ്ട്. ആ കുഫാറുകളുടെ കൂടെ നമുക്ക് പോകേണ്ടി വരുന്ന നിസ്കാരം ഉപേക്ഷിച്ചാൽ. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഭാഗം ഖുർആനിൽ പരിചയപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞു മുനാഫിക്കുകളെ കുറിച്ചിട്ടാണ്. അവർ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്, പക്ഷേ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല സൂറത്തുൻ നിസായിൽ പറഞ്ഞല്ലോ, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ യുഖാദിഉഹും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഞ്ചിക്കാനാണ് മുനാഫിക്കുകൾ നോക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുഅ്മിനീങ്ങളുടെ മുന്നിലൊക്കെ വരുമ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചതുപോലെ മുസ്ലിമീങ്ങളെ പോലെയൊക്കെ കാണും. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് ദീനോ താല്പര്യമില്ല, ഇബാദത്തുകളൊന്നും താല്പര്യമില്ല. യഥാർത്ഥത്തിൽ അവരെ ആ അവസ്ഥയിൽ തന്നെ തുടർത്തുക എന്നുള്ളത് അള്ളാഹു അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. വഹുവ ഖാദിഉഹും, അള്ളാഹുവാണ് അവരെ വഞ്ചിച്ചിരിക്കുന്നത്. വൈദാ ഖാമു ഇല സലാ, അവിടെ നിസ്കാരത്തിൻ്റെ കാര്യം അള്ളാഹു പറഞ്ഞു തരുന്നത്. നിസ്കരിക്കാൻ നിന്നാൽ ഖാമു കുസാല, മടിയന്മാരായിട്ടാണ് നിസ്കരിക്കുന്നത്. യുറാഊന അന്നാസ വലാ യസ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ അലസരായിക്കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ എണീച്ച് നിൽക്കുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അള്ളാഹിനെ വളരെ കുറച്ചല്ലാതെ ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, വളരെ കുറച്ചല്ലാതെ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുറച്ചു നേരം ശരിക്കും ഓർക്കുന്നു എന്നല്ല. അവിടെ ആ കുറച്ചു നേരം എന്ന് പറഞ്ഞാൽ റിയായിന് വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. അതല്ലെങ്കിൽ അവർക്ക് പരലോകത്ത് വിശ്വാസം പോലുമില്ല. പരലോകത്ത് വിശ്വാസമില്ല. മുസ്ലിമുകളുടെ കൂടെ ഇങ്ങനെ നിസ്കരിക്കാനും മറ്റുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭൗതികമായ നേട്ടം ലഭിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഒപ്പം കൂടിയ ആളുകളാണ്. അവരാണ് മുനാഫിക്കുകൾ. യഥാർത്ഥത്തിലുള്ള മുനാഫിക്കുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുകയുള്ളൂ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അത്തരക്കാരായ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലസത കാണിക്കുന്ന, നിസ്കരിക്കാതെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടാതെ നിസ്കരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ. നിസ്കരിക്കുന്ന ചില ആളുകൾക്ക് നാശം, മുനാഫിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധയിലാണ് എന്നാണ് പറയുന്നത്. ഇവിടെ സഹോദരങ്ങൾ, ഇത് പറയുന്ന നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധക്കുറവ് വന്ന ആളുകളെ കുറിച്ചിട്ടല്ല, മറിച്ച് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇവർ ആളുകളുണ്ടെങ്കിലേ നിസ്കരിക്കുകയുള്ളൂ. ഇതാണ് ഈ രണ്ടാമത്തെ വിഭാഗം മുനാഫിക്കുകൾ. ആളുകളുണ്ടോ അവർ നിസ്കരിക്കും, ആളുകളിൽ ആരും കാണുന്നില്ല, ദൂരദേശത്താണ്, അല്ലെങ്കിൽ ആരും കാണുന്നില്ലെങ്കിൽ നിസ്കരിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും ഒരു ഖേദം അവർക്കുണ്ടാവുകയില്ല. കാരണം ആളുകളുണ്ടെങ്കിൽ മാത്രം നിസ്കരിക്കുന്ന വിഭാഗമാണ്. അവർക്ക് അങ്ങനെ ഒരു ഖേദം ഉണ്ടാവുകയില്ല. നിസ്കാരം പാഴായാലെന്ത്, പാഴായിട്ടില്ലെങ്കിൽ എന്ത്, ആ രൂപത്തിൽ നിസ്കാരത്തെ പാഴാക്കി കളയുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാശമെന്ന് പറയുന്നത്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഖാല അൻ സ്വലാത്തിഹിം വലം യകുൻ ഫീ സ്വലാത്തിഹിം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവന് സർവ്വസ്തുതിയും. അല്ലാഹു ഫീ സ്വലാത്തിഹിം എന്ന് പറഞ്ഞിട്ടില്ല, നിസ്കാരത്തിൽ അശ്രദ്ധ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നമുക്കൊക്കെ നിസ്കാരത്തിൽ അശ്രദ്ധ വരുന്നുണ്ട്. അവരെക്കുറിച്ചിട്ടല്ല നാശം എന്ന് പറഞ്ഞത്, മറിച്ച് അൻ സ്വലാത്തിഹിം, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധയിലാവുക എന്ന് പറഞ്ഞാൽ അവൻ മറ്റു പണികളിൽ ഏർപ്പെടുകയാണ്, നിസ്കാരം അവന് വേണ്ട. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഥവാ അവർ മുനാഫിക്കുകളാണ്. ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തുകൾ ചെയ്യൂ, വിശേഷ നിസ്കാരവുമൊക്കെ ആ നിലക്ക് മാത്രമാണ് അവർ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം, ഇവർ നിസ്കരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവർ നിസ്കരിക്കുന്നുണ്ട്. ആളുകളെ കാണിക്കാനല്ലെങ്കിലും അവരിൽ ചിലർ അങ്ങനെ ആയേക്കാം. അവർ നിസ്കരിക്കുന്നത് നിസ്കാരത്തെ പാഴാക്കിക്കൊണ്ടുള്ള നിസ്കാരമാണ്. അതിൻ്റെ റുക്കനുകളോ വാജിബുകളോ ഇതൊന്നും നേരായ നിലയിൽ അവർ നിർവഹിക്കുകയില്ല. അവരുടെ പൂർവ്വപിതാക്കളും ഉപ്പയും ഉമ്മയൊക്കെ നിസ്കരിക്കുന്നവരായേക്കാം. പക്ഷേ ഇവർ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധയിലാണ്. സമയം തെറ്റിച്ച് നിസ്കരിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ റുക്കനുകളും അതിൻ്റെ വാജിബുകളൊന്നും കൃത്യമായി പാലിക്കാതെ നിസ്കരിക്കുക, തഹാറത്തിൻ്റെ വിഷയത്തിൽ, ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ അതൊന്നും ശരിയായ രൂപത്തിൽ ശ്രദ്ധിക്കാതെ നിസ്കരിക്കുക. ഇങ്ങനെയുള്ള വിഭാഗമാണ് ഈ മൂന്നാമത്തെ വിഭാഗം. ഇവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് സൂറത്തു മറിയമിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ അമ്പിയാക്കളെ കുറിച്ചിട്ടൊക്കെ അവരുടെയൊക്കെ നിസ്കാരത്തെക്കുറിച്ചും അവരുടെ ശ്രദ്ധയെക്കുറിച്ചുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതിന് ശേഷം പറയുന്നുണ്ട്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്, ഇവർക്ക് ശേഷം ഒരു പിൻതലമുറ വരാനുണ്ട്, അദാഉ സ്വലാ,
നിസ്കാരത്തെ പാഴാക്കുന്നവരാണ്. വത്തബഉ ശഹവാത്ത്, അവർ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരാണ്. ഫസൗഫ യൽഖൗന ഗയ്യ, അവർക്ക് വഴിയെ ഗയ്യ് കണ്ടെത്തേണ്ടി വരും. ചില മുൻഗാമികൾ തഫ്സീറിൽ പറഞ്ഞു അൽ ഗൈ വാദിൻ ഫി ജഹന്നം, നരകത്തിലെ താഴ്വരയാണെന്നാണ്. അവർക്ക് നരകത്തിലെ താഴ്വര അതായിരിക്കും അവർക്കുണ്ടാകുക, നിസ്കാരം പാഴാക്കി കളയുന്നവർ എന്ന് ചോദിച്ചപ്പോൾ ചിലർ ചോദിച്ചു, മുൻഗാമികളിൽ ചിലർ ചോദിച്ചു, അകാനു താരിഖീന അസ്സലാ, അവർ നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണോ, അതുകൊണ്ടാണോ നരകത്തിൽ പ്രവേശിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞത് ലൗ തറകൂഹാ ലകഫറു ഇന്നമാ യുഅഖിറുഹും അൻ ഔഖാതിഹാ, അവർ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ കാഫിറായിട്ടുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നിസ്കാരത്തെ പാഴാക്കിയവർ എന്ന് പറഞ്ഞത് അവർ നിസ്കാരം അതിൻ്റെ വക്ത് തെറ്റി നിസ്കരിക്കുക എന്നുള്ളതാണ്. അല്ലേ? ചില ആളുകൾ അങ്ങനെയല്ലേ, നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ നിസ്കരിച്ചു. എപ്പോഴാണ് നിസ്കരിച്ചത്? ഫജർ 7 മണിക്ക് 8 മണിക്ക്. എന്തേ? അപ്പോഴാണ് ജോലിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത്. രാത്രി വൈകി സിനിമ കണ്ട് വിനോദങ്ങൾക്ക് ഏർപ്പെട്ട് അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് വൈകി ഉറങ്ങി എന്നിട്ട് എഴുന്നേൽക്കുന്നത് 4 മണിക്കോ 5 മണിക്കോ അല്ല, ഫജറിന് വേണ്ടിയല്ല. 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം, 9 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം, അതിന് മുമ്പായി എഴുന്നേൽക്കും. അപ്പോൾ സ്കൂളിൽ പോകേണ്ടതുണ്ട്, കോളേജിൽ പോകേണ്ടതുണ്ട്. അപ്പം പെട്ടെന്ന് ഒരു 2 റക്അത്ത് നിസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് മനഃപൂർവ്വം പാഴാക്കുന്നവരാണ്. എപ്പോഴെങ്കിലുമൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ ഒരുവനല്ല ഇത് ഇങ്ങനെ എഴുന്നേൽക്കാനാണ് അവൻ്റെ നിശ്ചയം. ഇങ്ങനെ എഴുന്നേറ്റാൽ മതി എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അദാഉസ്സലാ, നിസ്കാരം പാഴാക്കിയവർ ഫസൗഫ യൽഖൗന ഗയ്യ, വഴിയെ നരകത്തിൽ പ്രവേശിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അത് ഇത്തരക്കാരെ കുറിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട്. മൻ തറക സലാത്തൽ അസർ, ആരെങ്കിലും അസർ നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് ഹബിത അമലു, അവൻ്റെ അമലൊക്കെ പൊളിഞ്ഞുപോയി എന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് അസർ നിസ്കാരത്തെക്കുറിച്ച് മാത്രമല്ല, ഇതെല്ലാ നിസ്കാരത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരത്തെ എടുത്ത് പറഞ്ഞതെന്നാണ്. അസർ നിസ്കാരം ആരാണ് ഉപേക്ഷിക്കുന്നത് അവൻ്റെ അമലൊക്കെ പൊളിഞ്ഞുപോയി, അവൻ്റെ ദീൻ തന്നെ ഇല്ലാതായി പോയതാണ്. ചിലർക്ക് ദുഹറോ അസറോ ഒന്നുമില്ല, അതൊക്കെ തോന്നുന്ന നേരത്തെ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. മറ്റു ചില റിവായത്തിൽ കാണാൻ സാധിക്കും അല്ലദീ തഫൂതുഹു സലാത്തുൽ അസർ കഅന്നമാ ഉത്റ അഹ്ലുഹു വമാലു, ആരെങ്കിലും അസർ നിസ്കാരത്തെ പാഴാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടതുപോലെ എന്നാണ്. അവൻ ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ടതുപോലെയാണ്, ഇതൊന്നും അവന് ലഭിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതേ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ് നിസ്കാരമൊക്കെ സമയത്ത് നിന്നൊക്കെ നിസ്കരിക്കുന്നത്, പക്ഷെ നിസ്കാരത്തെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. തോന്നിയതുപോലെ എങ്ങനെയൊക്കെയോ നിസ്കരിക്കുകയാണ്, തിരക്ക് കൂട്ടി എങ്ങനെയൊക്കെയോ നിസ്കരിക്കുകയാണ്. അതിൻ്റെ തഹാറത്തെക്കുറിച്ച് ചോദിച്ചാൽ അറിയില്ല. ബാക്കിയുള്ള ലോകവിവരം മൊത്തം ഉണ്ട്, പക്ഷേ തഹാറത്തിനെ കുറിച്ച് ചോദിച്ചാൽ അറിയില്ല. നിസ്കാരത്തിൻ്റെ പാഴാക്കാൻ പാടില്ലാത്തതായ അതിന് അർക്കാനുകളെക്കുറിച്ച് ചോദിച്ചാൽ അറിയില്ല. ഇപ്രകാരം ചെയ്യുന്ന ആളുകൾ നിസ്കരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ അവിടുത്തെ മസ്ജിദിലേക്ക് ഒരു വ്യക്തി വന്നിട്ട് നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയോട് പറഞ്ഞത് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നിസ്കരിച്ച വ്യക്തിയോടാണ് പറഞ്ഞത്, നീ മടക്കി നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിസ്കരിച്ച ആളോടാണ് പറഞ്ഞത്. ആ വ്യക്തി വീണ്ടും പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വീണ്ടും പോയി നിസ്കരിച്ചു. പിന്നെയും വന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി മടക്കി നിസ്കരിക്കൂ, നീ നിസ്കരിച്ചിട്ടില്ല. 3ാമത്തെ പ്രാവശ്യം സംഭവിക്കുകയാണ്. ഇയാൾ നിസ്കരിക്കുന്നു, വന്നിട്ട് സലാം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടക്കി നിസ്കരിക്കൂ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നിസ്കരിച്ചൊരു വ്യക്തിയെ, അതും മസ്ജിദിൽ വന്ന് നിസ്കരിച്ചൊരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ആ വ്യക്തിക്ക് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, തുമുഅ്നീനത്ത് എന്ന് പറയുന്ന നിസ്കാരത്തിൽ അടങ്ങിയൊതുങ്ങി നിൽക്കുക എന്ന് പറയുന്ന അതിൻ്റെ അഭിവാജ്യ ഘടകം, അതിൻ്റെ ഒരു റുക്കൻ ഇയാൾ പാഴാക്കിയിരിക്കുകയാണ്. ഇയാൾ വേഗത്തിൽ കൈകെട്ടുന്നു, റുക്കുയിലേക്ക് പോകുന്നു, എഴുന്നേൽക്കുന്നു, സുജൂദിലേക്ക് പോകുന്നു. അവിടെ ചൊല്ലാനുള്ള ഒരു ദിക്റിനുള്ള നേരം പോലും അവൻ അവിടെ അടങ്ങിയൊതുങ്ങി നിൽക്കുന്നില്ല. ആ നിലക്ക് നിസ്കാരത്തെ പാഴാക്കിയവനാണ്. അപ്പം നിസ്കാരത്തെ പാഴാക്കുക എന്ന് പറഞ്ഞാൽ സമയം തെറ്റിക്കൽ മാത്രമല്ല, സമയത്ത് നിസ്കരിക്കുന്നവർ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാതെ ഏതെങ്കിലുമൊക്കെ കോലത്തിൽ നിസ്കരിക്കുന്നവരും ഈ ഗണത്തിലാണ് പെടുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഗണത്തിലാണ് പെടുക. ഇനി നോക്കൂ സഹോദരങ്ങളെ, 4ാമത്തെ വിഭാഗം ഖുർആൻ നിസ്കാരത്തിനോട് നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്നത് അവർ നിസ്കാരത്തെ പാഴാക്കാതെ അതിനെ കൃത്യമായി സംരക്ഷിച്ച് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തരക്കാരെ കുറിച്ച് പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ വിജയത്തിൻ്റെ കാരണമായി ആദ്യം പറഞ്ഞത് സൂറത്തുൽ മുഅ്മിനൂൻ 2ാമത്തെ ആയത്ത്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരം ഭയഭക്തിയോടുകൂടി നിസ്കരിച്ചവരായിരുന്നു എന്നാണ് പറയുന്നത്. ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റുക്കനുകളും വാജിബുകളും എല്ലാം പാലിച്ച്
ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഉള്ളും പുറവുമൊക്കെ നന്നാക്കി നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് ഭയഭക്തിയോടുകൂടിയുള്ള നിസ്കാരം എന്ന് പറയുന്നത്. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് നിസ്കരിക്കാൻ പറഞ്ഞ, നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം. ഭയഭക്തിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്നത് വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. വീണ്ടും സൂറത്തുൽ മുഅ്മിനീൻ 9-ാമത്തെ ആയത്തിൽ പറയാൻ, അവർ നിസ്കാരം സംരക്ഷിക്കുന്നവരാണ്, പാഴാക്കുകയില്ല. നിസ്കാരത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ട്, നിസ്കാരത്തെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ അവൻ്റെ ചിന്ത മുഴുവനും നിസ്കാരമാണ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം വരുന്നത് വരെ ആ നിസ്കാരത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം നിസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശുഗല് തന്നെയാണ്, അവന് ജോലി പോലെ തന്നെയാണ്. പക്ഷെ പലർക്കും നിസ്കാരം എന്ന് പറയുന്നത് അവൻ്റെ തലയിലേ ഇല്ല. സമയം കിട്ടിയാൽ നിസ്കരിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിക്കാം. അല്ല, നിസ്കാരം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലൊരു ഭാഗമാണ്. അവൻ്റെ ജീവിതത്തിലൊരു ഭാഗമാണ്. നിസ്കാരം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ ഒരു അവയവം നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ പ്രയാസം അവൻ ഉണ്ടാകേണ്ടതുണ്ട്. അവൻ്റെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോകുന്നതിനേക്കാളും പ്രയാസം ഒരാൾക്കൊരു വക്ത് നിസ്കാരം നഷ്ടപ്പെടുന്നതിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരുക്കിയ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇവൻ അടിസ്ഥാനപരമായി ഒരുക്കിയിരിക്കേണ്ട കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വിശ്വസിച്ച ആളുകൾ, അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവർ, അവർ നിസ്കാരം അത് സംരക്ഷിക്കുന്നവരാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരത്തെ വളരെ കൃത്യമായി സംരക്ഷിക്കുന്ന ഈ വിഭാഗമാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ വിജയിച്ച ആളുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ വിജയിച്ചിട്ടുള്ള ഈ ആളുകളെല്ലാവരും ഒരേ പദവിയിൽ നിസ്കരിക്കുന്ന ആളുകളല്ല. ഈ ആളുകളെല്ലാം ഒരേ പദവിയിൽ നിസ്കരിക്കുന്ന ആളുകളല്ല. ജനങ്ങൾ വ്യത്യസ്ത മർത്തബകളിലാണ് നിസ്കരിക്കുന്നത്. രണ്ട് വ്യക്തികൾ അവർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒരേപോലെയല്ല. അവരെടുത്ത സമയം ഒരുപോലെ ആയിരിക്കാം. രണ്ടുപേരും നിസ്കരിച്ചത് 10 മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും നിസ്കരിച്ചത് 5 മിനിറ്റ് ആയിരിക്കാം. രണ്ടുപേരും നിസ്കരിച്ചത് 3 അല്ലെങ്കിൽ 4 റക്അത്ത് തന്നെ ആയിരിക്കാം. രണ്ടുപേരും ഒരേ മസ്ജിദിലാണ്, ഒരേ ഇമാമിൻ്റെ കീഴിലാണ്, അടുത്തടുത്താണ് നിസ്കരിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ചുമലോട് ചുമൽ, കാലോട് കാല് ചേർത്ത് നിസ്കരിച്ചവരായിരിക്കാം. പക്ഷെ അവരുടെ പ്രതിഫലം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ആകാശഭൂമികൾക്കിടയിൽ എത്ര വ്യാപ്തിയുണ്ടോ അത്രയും പ്രതിഫലങ്ങൾ അവർക്കിടയിൽ ഉണ്ടായേക്കാം. കാരണം ജനങ്ങൾ വ്യത്യസ്ത മർത്തബകളിലാണ്, അവരുടെ പദവി വ്യത്യസ്ത രീതിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാൾ നിസ്കാരത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്നത് ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ 10-1 ഉശ്റുഹു. വേറെ ചിലപ്പോൾ ചില ആളുകൾക്ക് ലഭിക്കുന്ന തുസ്ഉഹു 9-1. അങ്ങനെ അവിടുന്ന് തുടർന്നു സുമുനുഹു സുബ്ഉഹു സുദുസുഹു ഖുമുസുഹു റുബ്ഉഹു, അങ്ങനെ തുടരുകയാണ്. ചിലപ്പോൾ 6-1, ചിലപ്പോൾ 5-1, ചിലപ്പോൾ 4-1, ചിലപ്പോൾ 3-1, അങ്ങനെ പകുതി വരെ. അതാണ് ഒരാൾക്ക് ലഭിക്കുന്നത്. അത്രമാത്രം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിൽ ചിന്തിച്ചുവോ അത്രയും അവന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒരാൾക്ക് നിസ്കാരത്തിൽ എത്രയാണോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചിന്തിക്കുന്നത്, അല്ലാഹു തആലയെ കുറിച്ചിട്ടുള്ള സ്മരണ ഉണ്ടാകുന്നത്, അത്രയാണ് അവന് പ്രതിഫലം എന്നുള്ളതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾക്ക് അല്ലാഹുമായിട്ടുള്ള അവൻ്റെ ബന്ധം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ, നാളെ റബ്ബ് എങ്ങനെയാണ് അവനെ പരിഗണിക്കുക എന്ന് അറിയണമെങ്കിൽ അവൻ ദുനിയാവിൽ എങ്ങനെയാണ് നിസ്കാരത്തെ പരിഗണിച്ചത് നോക്കിയാൽ മതി എന്നാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, നിസ്കാരത്തിൽ അവൻ എന്താണ് തോന്നിയിട്ടുള്ളത്, നിസ്കരിക്കുന്ന സമയത്ത് അത് ആസ്വാദ്യകരമായി നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടോ, ആ നല്ല നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിനക്ക് ദുനിയാവിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ, പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണ്ട രൂപത്തിലൊക്കെ സംസാരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഒരു അടുപ്പം നിനക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എങ്കിൽ പരലോകത്ത് ഇതേ അടുപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നോട് കാണിക്കുമെന്നാണ്. നിസ്കാരത്തിലൂടെ എത്രത്തോളം നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ടോ അത്രയും അടുപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് നമുക്ക് കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽവാബിലുസ് സയ്യിബ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം നിസ്കാരക്കാരുടെ പദവി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിസ്കാരക്കാർ വ്യത്യസ്ത ഇനങ്ങളിലാണ്. അദ്ദേഹം പറയുന്നു, അഹദുഹ, അതിലൊന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകളാണ്. അദ്ദേഹം പറയുന്നു, മർത്തബത്തു ദാലിമി നഫ്സി, സ്വന്തത്തോട് അതിക്രമം കാണിച്ച ആളുകളെന്നേ അവരെ പറയാൻ പറ്റുള്ളൂ. നിസ്കരിക്കുന്നവരാണെങ്കിലും അവർ ദാലിമുല്ലി നഫ്സി, സ്വന്തത്തോട് അതിക്രമം കാണിച്ച ആളുകളാണ്. അദ്ദേഹം പറയുന്നു, അൽ മുഫരിത്ത്, കുറവ് വരുത്തിയ ആളുകളാണ്. ആരാണവർ? വഹുവല്ലദി ഇൻതഖസ മിൻ വുളൂഇഹാ വമവാഖീതുഹാ വഹുദൂദിഹാ വഅർകാനിഹാ,
അവർ അവരുടെ വുളൂവിൻ്റെ വിഷയത്തിൽ കുറവ് വരുത്തിയ ആളുകളാണ്. അവർ നിസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിൽ പല കുറവുകളും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ നിസ്കരിച്ചു, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചു, അങ്ങനെ തോന്നിയതുപോലെയൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിധികളിലും റുക്കുനുകളിലുമൊക്കെ എങ്ങനെയൊക്കെ നിസ്കരിച്ചതാണ്. നിസ്കാരത്തെക്കുറിച്ച് കാര്യമായി പഠനമൊന്നും അവർക്ക് നടത്തിയിട്ടില്ല. ആ രൂപത്തിൽ നിസ്കരിച്ച ആളുകളാണ്. സഹോദരങ്ങൾ, ഈ രൂപത്തിൽ നിസ്കാരം പാഴാക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. പല കാരണങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്കൊരു ഓർമ്മപ്പെടുത്തൽ. ചില ആളുകൾ നിസ്കാരം ഒഴിവാക്കാൻ വേണ്ടി ചില കാരണങ്ങളൊക്കെ പറയാറുണ്ട്. അതിൽപ്പെട്ടതാണ് ചില ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് അറിയില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഈ ഒന്നാമത്തെ വിഭാഗക്കാരെക്കുറിച്ച് വിശദീകരിക്കാൻ, അൽ ജഹ്ലു ബി മവാഖീത്തിസ് സലാ, നിസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് ചിലർക്ക് വലിയ ധാരണയില്ല. കാരണം ചിലർ വിചാരിക്കുന്നത് നിസ്കരിക്കാനൊക്കെ നിന്നാൽ നമ്മുടെ സമയം കുറേ പോകുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ സമയത്തിൽ വലിയൊരു ഭാഗം സമയം നിസ്കരിക്കാൻ വേണ്ടി പോകും, അല്ലെ? ളുഹറും അസ്റൊക്കെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ ചിലർ പോലും അവർക്കൊരു മുസ്ലിമായ ഒരു സ്റ്റാഫിനെ അവരെ കടയിൽ നിർത്താൻ പ്രയാസമാണ്. കാരണം ഇവനെ നിർത്തിയാൽ 2 പ്രാവശ്യം 2-3 പ്രാവശ്യം ഇങ്ങനെ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് പോകും. ളുഹറിനൊരു പോക്കും, അസറിനൊരു പോക്കും, മഗ്രിബിനൊരു പോക്കും. തിരക്കുള്ള സമയമായിരിക്കും അപ്പോൾ അവരെ നിസ്കരിക്കാൻ വിടണം, ഇശായിന് അതിന് പിന്നെയും വിടണം. അതുകൊണ്ടൊരു മുസ്ലിമായൊരു സ്റ്റാഫിനെ എടുക്കേണ്ടതില്ല, പകരം ഒരു അവിശ്വാസി എടുക്കാൻ. അവരാകുമ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നോളും എന്നുപോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിസ്കാരത്തിന് വേണ്ടി പോകുന്ന സമയം എത്രയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും മിനിറ്റുകൾ മാത്രമല്ലേ? ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നിസ്കരിക്കാൻ വേണ്ടി ഒരാൾക്ക് ആവശ്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് ആവശ്യമില്ല. ഒരുപാട് മണിക്കൂറുകളൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾക്ക് 1 മണിക്കൂർ തന്നെ ധാരാളമാണ്. 2 നേരത്തെ ഫജർ നിസ്കാരത്തിന് ഒരാൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ എത്രയാണ് അതിനു വേണ്ടി സമയമാവുക? ഒരു 5 മിനിറ്റ് പോലും ആവുകയില്ല. 4 റക്അത്ത് ളുഹറിന് ഒരു 10 മിനിറ്റ് പോലും ആവുകയില്ല. അസറിനും അങ്ങനെ തന്നെ 25 മിനിറ്റായി. 3 നിസ്കാരം കഴിഞ്ഞു. പിന്നീട് മഗ്രിബ് 3 റക്അത്തിന് 10 മിനിറ്റ് തീരെ ആവശ്യമില്ല. 7-8 മിനിറ്റ് ധാരാളമാണ്. ഇശായിനും നേരത്തെ പറഞ്ഞ 10 മിനിറ്റ്, ഒരു 3/4 മണിക്കൂർ പോലും ആകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ 5 നേരത്തെ നിസ്കാരത്തിന്. ഇത്ര മാത്രമേ യഥാർത്ഥത്തിൽ നിസ്കാരത്തിന് സമയമുള്ളൂ. അത് നിസ്കാരത്തിൻ്റെ വിഷയം ഇത്രയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നിസ്കാരത്തിന് ചിലരുടെ ധാരണ എന്ന് പറയുന്നത് കുറഞ്ഞ നേരത്തെ ആ നേരത്തെ നിസ്കരിച്ചാലും നിസ്കാരം കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് പറ്റൂല എന്നാണ്. ഫജർ ആ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരമില്ല എന്ന് ധരിച്ചിട്ട് നിസ്കാരം പാടെ ഉപേക്ഷിക്കുന്നവരുണ്ട്. അവരോടാണ് ഈ പറയുന്നത്. ഫജറിൻ്റെ സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുവോളുണ്ട്. അതുകൊണ്ട് നീ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നീ 5 മണിക്ക് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് നിസ്കാരം കിട്ടുകയില്ല എന്ന് വിചാരിച്ച് നിസ്കാരം പാഴാക്കരുത്. എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത്? ഇപ്പോൾ 6 മണി 6:15 അതിനിടയിൽ നീ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം ശരിയാകുന്നതാണ്. നീ പാഴാക്കി കളയരുത്. അങ്ങനെയെങ്കിലും നീ നിസ്കരിക്കണം, നീ ആരംഭിക്കണം. പിന്നീട് അതിൻ്റെ അഫ്ളലിയത്ത് ആദ്യ വക്തിൽ നിസ്കരിക്കുക എന്നുള്ളത് നിന്റെ അടുത്ത പടിയാണ്. അതേപോലെ ളുഹറിന് അസർ വരെയും സമയമുണ്ട്, അസറിന് മഗ്രിബ് വരെയും സമയമുണ്ട്. ഒരാൾ അതിന് തിരഞ്ഞെടുക്കേണ്ട സമയം അത് വേറെയുണ്ട്. പക്ഷെ നീ പെട്ടെന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരമേ ഇല്ല എന്ന് വിചാരിച്ച് നിസ്കാരം പാടെ ഉപേക്ഷിക്കരുത്. മഗ്രിബിൻ്റെ സമയം ഇശാ വരെയുണ്ട്, ഇശാവിൻ്റെ സമയം അർദ്ധരാത്രി വരെയുണ്ട്. ദറൂറത്തിൻ്റെ സാഹചര്യത്തിൽ നിർബന്ധിത ഘട്ടത്തിൽ ഫജ്ർ വരെയുമുണ്ട്. ഇപ്പോൾ വലിയ സമയമുണ്ട്. നീ നിസ്കാരം ആ സമയത്ത് ചില ആളുകളുടെ ധാരണ അതാണ്, ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിച്ചിട്ടില്ല പിന്നെ ഞാൻ നിസ്കരിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അവർ ഒഴിവാക്കരുത്. ആ സമയത്ത് എപ്പോഴെങ്കിലും നിസ്കരിക്കാൻ നീ ശ്രദ്ധിക്കണം. അങ്ങനെ നീ തുടങ്ങണം, നിസ്കാരം ആരംഭിക്കേണ്ടതുണ്ട്. ഇനി വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ ഫർദിനെ പുറമെ സുന്നത്തൊക്കെ നിസ്കരിക്കണ്ടേ എന്ന് വിചാരിച്ച് പാഴാക്കുന്ന ചിലരുണ്ട്. അവരോടുള്ള നസീഹത്താണ്. അല്ല, ഫർദായ 5 നേരത്തെ നിസ്കാരമല്ലാതെ അള്ളാഹു മറ്റൊന്നും നിനക്ക് നിർബന്ധമാക്കിയിട്ടില്ല. ഒരു സുന്നത്തും നിനക്ക് നിർബന്ധമാക്കിയിട്ടില്ല. നീ മസ്ജിദിൽ നേരെ പോയി ആ കിട്ടുന്ന ആ 4 റക്അത്ത് മാത്രം നിസ്കരിച്ചു. ളുഹർ, അസർ 4 റക്അത്ത്, മഗ്രിബ് 3, ഇശ 4, ഫജ്ർ 2 ഇത് മാത്രം നീ നിസ്കരിച്ചാലും നീ അള്ളാഹുവിൻ്റെ മുന്നിൽ കുറ്റക്കാരനല്ല. ബാക്കിയുള്ളതെല്ലാം നിൻ്റെ നിസ്കാരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോരായ്മകളൊക്കെ പരിഹരിക്കാനുള്ള കാര്യമാണ്. അത് വഴിയെ നിനക്ക് നിസ്കരിക്കാവുന്നതാണ്. നീ കുറഞ്ഞ ഈ നിർബന്ധ നിസ്കാരം മാത്രം നീ നിസ്കരിച്ച് ആരംഭിക്കൂ. നീ സുന്നത്തുകൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, നീ ഫർദ് ഒഴിവാക്കരുത്. രണ്ടും ഒരുപോലെയാണ്, നീ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് അങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിക്കാൻ ആരംഭിക്കൂ. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം പാഴാക്കാൻ അവർക്കുള്ളത്, ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ എനിക്കിങ്ങനെ കുറേ വസ്വാസുകൾ ഉണ്ടാകും, ഖുശൂ കിട്ടുന്നില്ല, ശരിക്കും അള്ളാഹിനെക്കുറിച്ച് ചിന്തയില്ല എന്നാണ്. ശരിയാണ്, വലിയ ദർജയിലേക്ക് എത്താൻ ഇനി നമ്മൾ പറയുന്നുണ്ട്. അതിലേക്കെത്താൻ ഖുശൂ ഉണ്ടാകൽ മുസ്തഹബാണ്. പക്ഷെ ഖുശൂ ഉണ്ടാവുക എന്നുള്ളത് വാജിബല്ല. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നിസ്കാരത്തിൽ പല രൂപത്തിലുള്ള വസ്വാസുകളും പല രൂപത്തിലുള്ള ചിന്തകളുമായി നിസ്കരിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഖുശൂ ഉണ്ടെങ്കിലേ നീ നിസ്കരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കരുത്.
കാരണം നിസ്കാരം ഉപേക്ഷിക്കാൻ നാം നേരത്തെ കൊണ്ടത് കുഫ്രാൻ. എന്നാൽ ഖുശൂ ഉണ്ടാവുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്. അത് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. ചില ആളുകൾക്ക് അതാണ്, എനിക്ക് ആ നിസ്കരിച്ചാൽ ശരിക്കും ചിന്ത ഒന്നും കിട്ടുന്നില്ല. ഈ സാധു ചിലപ്പോൾ ചിന്തിക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ അങ്ങനെ പൂർണ്ണമായ ഖുശൂ ഉള്ളത് കൊണ്ടാണ് നിസ്കരിക്കുന്നത് എന്നാണ്. അല്ല, നിസ്കാരത്തിൽ ഖുശൂ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഓരോ ആളുകൾക്കുണ്ടാകും, ഓരോ സമയത്തുണ്ടാകും, അത് വ്യത്യസ്തമായി ഉണ്ടാകും. ഒരു സമയത്ത് കിട്ടുന്ന ഖുശൂ ചിലപ്പോൾ അടുത്ത വക്തിൽ കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ ആളുകൾ അങ്ങനെ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിസ്കാരം പാഴാക്കാൻ പാടില്ല. വേറെ ചിലർ ചിന്തിക്കുന്നത്, ഞാൻ കുറേ തെറ്റ് ചെയ്യുന്നവനാണ്, ഞാൻ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ്. അറിയാനിട്ടാണ്. ചിലപ്പോൾ വല്ല ലഹരി ഉപയോഗിക്കുന്നവനാകും, ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നവനാകും, അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ മാസിയത്തുകൾ, തിന്മകൾ ചെയ്യുന്നവനാകും. നിങ്ങൾ നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണം, ഒരു നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു ഉദറല്ല, ഒഴികഴിവല്ല അത്. നീ നിഷിദ്ധങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ നിസ്കരിക്കണം, നീ പലിശ കൊടുക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കണം, നീ ഹറാമുകൾ ചെയ്യുന്നവനാണെങ്കിൽ നിസ്കരിക്കണം, നീ വിഭജിക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കണം, നീ ലഹരി ഉപയോഗിക്കുന്നവനാണെങ്കിൽ നീ നിസ്കരിക്കണം. ആ നിസ്കാരം നിന്നെ ശരിയാക്കുന്നതാണ്. സിദ്ഖോടുകൂടി, സത്യസന്ധതയോടുകൂടി, ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന കാര്യത്തിൽ നിന്നെ രക്ഷപ്പെടുത്തും. പിശാചാണ് നിന്നെ വഞ്ചിക്കുന്നത്. നീ ലഹരി ഉപയോഗിക്കുന്നവനല്ലേ, എന്തിനാണ് നിസ്കരിക്കുന്നത്? നീ വിഭജിക്കുന്നവനല്ലേ, പെണ്ണിൻ്റെ കൂടെ ഒക്കെ നടക്കുന്നവല്ല, എന്തിനാണ് നിസ്കരിക്കുന്നത്? പിശാചിൻ്റെ വഞ്ചനയാണത്. നീ അതിൽ പെട്ടുപോകാൻ പാടില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കരിച്ചാൽ ഇത്തരം മ്ലേച്ഛ കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നിസ്കാരം നിന്നെ തടയും. നിസ്കാരത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ ഹറാമുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കരുത്. ഹറാമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു വന്നേക്കാം. പക്ഷെ നീ നിസ്കാരം ഉപേക്ഷിച്ച് കാഫിറായി തീർന്നാൽ, നിസ്കാരമില്ലാത്ത കാഫിറായി കാഫിറായി മരിച്ചുപോയാൽ ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കോ അതിന് സമാനമായതോ ആയ കുഫറുകളോ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല. അതിന് താഴെയുള്ള മഅസിയത്തുകൾ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരും. അതുകൊണ്ട് മഅസിയത്തുകളുണ്ട് എന്ന് പറഞ്ഞ് നീ എന്ത് ചെയ്യാൻ പാടില്ല? മാസിയത്തിലുണ്ടെന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കരുത്. ഈ ഒന്നാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോകാനേ പാടില്ല. ശിക്ഷിക്കപ്പെടുന്ന വിഭാഗമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞ നിസ്കാരത്തിൻ്റെ ഈ ഒന്നാമത്തെ വിഭാഗം. എല്ലാ ആളുകൾക്കും തെറ്റുണ്ട്. കുല്ലു ബനി ആദം ഖത്താ, മനുഷ്യന്മാർക്കെല്ലാം തെറ്റുണ്ട്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, നീ തൗബ ചെയ്യുകയാണെങ്കിൽ അവരാണ് ഏറ്റവും ഖൈറുള്ളവർ. അതുകൊണ്ട് നിസ്കാരം എന്ന് പറഞ്ഞിട്ട്, നിസ്കാരത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഉപേക്ഷിക്കരുത്. അത് പിശാചിൻ്റെ തന്ത്രമാണ്. നിന്നെ തെറ്റിൽ തന്നെ അടിയുറച്ച് നിർത്താൻ, നിന്നെ ഇങ്ങനെ തന്നെ മരിപ്പിക്കാൻ പിശാചിൻ്റെ തന്ത്രമാണ്. ആ കെണിയിൽപ്പെട്ടു പോകാൻ പാടില്ല. നിസ്കാരം ഉപേക്ഷിക്കരുത്. നിനക്ക് സിനിമ ഒഴിവാക്കാൻ പറ്റുന്നില്ല, നീ നിസ്കാരം ഉപേക്ഷിക്കരുത്. സംഗീതം ഉപേക്ഷിക്കാൻ പറ്റുന്ന നിസ്കാരം ഉപേക്ഷിക്കരുത്. ഈ ഹറാമുകൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നീ നിസ്കരിക്കേണ്ടതുണ്ട്. തിരിച്ച് നീ മനസ്സിലാക്കരുത്. നീ തിരിച്ചു മനസ്സിലാക്കരുത്. ചില ആളുകളെങ്കിലും ചിലപ്പോൾ വിവരമില്ലാത്തതുകൊണ്ട് അത്തരക്കാരോട് പറയും, നീയൊക്കെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഒരിക്കലും അങ്ങനെ പറയരുത്. എത്ര വലിയ ഹറാമുകൾ ചെയ്തവനാണെങ്കിലും നിസ്കരിച്ചിട്ട് എന്ത് കാര്യമെന്ന് പറയരുത്. കാരണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറായി തീരുന്നതാണ്. ഈ ഹറാമുകൾ ചെയ്താൽ കാഫിറാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കപ്പെടാവുന്ന ഹറാമുകളാണിത്. ഹറാമുകൾ ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല സഹോദരങ്ങളെ, മറിച്ച് നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഹറാമുകളെക്കാളും ഗൗരവമുള്ള തിന്മയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അതേപോലെയുള്ള നിസ്കാരം ഉപേക്ഷിക്കാനുള്ള പിശാചിൻ്റെ മറ്റൊരു ദുർബോധനമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളാണ് ചില ആളുകൾ. അവർ ചിന്തിക്കുന്നത് നിസ്കരിക്കാൻ ഒരു പ്രത്യേക വസ്ത്രമൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, എൻ്റെ വസ്ത്രത്തിലെ കഴുക്കാണ്, അതെല്ലാം അനാവശ്യമായി നജസ്സുകളുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവർ പെരുമാറി സാധുക്കളായ ആളുകളാണ്. അങ്ങനെ മോശ സ്വഭാവങ്ങളൊന്നുമില്ല. ഈ രൂപത്തിൽ മറ്റ് അടിപിടിക്കോ തല്ലുകൂടലിനോ ഒന്നിനും പോകാത്ത സാധുക്കളായ ആളുകളുണ്ട്. അവർ ചിന്ത, ഞാൻ ഈ വസ്ത്രമൊക്കെ എനിക്ക് കാരണം മാർക്കറ്റിലെ പണി, മീൻ്റെ പണിയാണ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയാണ്, ഇറച്ചിക്കടയിലാണ് പണി, കോഴിപ്പീടിയിലാണ് പണി, ഈ രൂപത്തിലൊക്കെ ഒരുപാട് വേർക്കുന്നൊക്കെ പണിയാണ്, ഇനിയിപ്പോൾ മാറ്റി വരാനൊന്നും സമയമില്ല, അപ്പം നിസ്കാരം ഉപേക്ഷിക്കാൻ. കാരണം ചില സാധുക്കൾ ചിന്തിച്ചു പോയിട്ടുള്ളത് അങ്ങനെ അഴുക്കുള്ള വസ്ത്രമൊക്കെ ആയ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. സഹോദരങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നജസില്ലേ നിൻ്റെ വസ്ത്രം എങ്ങനെയായാലും നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ്. നിസ്കാരത്തിന് അതിൻ്റെതായ മര്യാദകൾ, അടുത്ത പദവികൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നിസ്കാരം സ്വീകരിക്കപ്പെടാൻ നജസിൽ നിന്ന് മുക്തമാകുക എന്നുള്ളത് മതിയായതാണ്. നീ ഒരിക്കലും തന്നെ നിൻ്റെ വസ്ത്രത്തിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അത് ദുഷിച്ചതാണ്, ദുർഗന്ധമുണ്ട് എന്ന ന്യായങ്ങൾ പറഞ്ഞിട്ട് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നീ ഏത് മാർക്കറ്റിലാകട്ടെ, ഏത് തിരക്കുള്ള മാർക്കറ്റിലാകട്ടെ, നിസ്കാരം ഉപേക്ഷിക്കരുത്. എത്ര ഖേദകരമായ അവസ്ഥയാണെന്ന് അറിയും സഹോദരങ്ങളെ. 3 മണിക്കൊക്കെ മീനിൻ്റെ പണിക്കൊക്കെ പോകുന്ന പല സഹോദരങ്ങളുണ്ട്. 3 മണിക്കൊക്കെ അത് തഹജ്ജുദിന് ഏറ്റവും അഫ്ളലായ വക്താണ്. പലരും ചിലപ്പോൾ അതിനേക്കാൾ നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളുകൾ പോലും എഴുന്നേൽക്കാത്ത വക്തായിരിക്കും. ഇയാൾ എഴുന്നേൽക്കുന്നുണ്ട് ഇത്തരം ജോലികൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഫജ്ർ നിസ്കാരമില്ല,
തിരക്കിട്ട എഴുത്തും തിരക്കിട്ട മീൻ കൊണ്ടുപോകലും ഐസിടലും പണിയും തിരക്കൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാവിലെ 8 മണി 9 മണിയൊക്കെ ആകും. അപ്പം അത്രേ പണിയുള്ളൂ. നിസ്കാരമില്ല, ഫജ്റില്ല. ഈ പറയുന്ന ആളുകൾ, മാർക്കറ്റ് സജീവമാണ്, ഹാർബറുകൾ സജീവമാണ്. ഇവിടെ മുസ്ലിമീങ്ങളാണ് ഈ കൊണ്ടുവരുന്നത്. മുസ്ലിമീങ്ങളുടെ പേരുകൾ കാണാം നിങ്ങൾക്ക് ഈ വള്ളങ്ങളിലും ഇതേപോലെയുള്ള മീനിൻ്റെ ബോക്സുകളിലൊക്കെ കാണാം. പക്ഷെ നിസ്കരിക്കുന്നത് കാണില്ല. ഇങ്ങനെയുള്ള ചിലരെങ്കിലും ചിന്തിക്കുന്നത് ഞാൻ ഈ മീനിൻ്റെ കോലത്തിലൊക്കെ ഈ ദുർഗന്ധത്തിലൊക്കെ എങ്ങനെ നിസ്കരിക്കാം എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സഹോദരൻ, ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നീ ഒരു മുസല്ല എടുത്തു വെക്കൂ, ഒരു തോർത്ത് നീ മാറ്റി വെക്കൂ. നീ ആ സമയത്ത് അതിൻ്റെ വക്തിൽ നിനക്ക് ജമാഅത്തിന് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരി. അല്ലെ, ചിലരങ്ങനെ ചിരിക്കുന്നുണ്ട്, ജമാഅത്തിന് പോയിട്ട് നിസ്കാരം സ്വീകരിക്കുകയില്ല എന്നല്ല. അതൊക്കെ അടുത്ത പദവികൾ ഞാൻ പറയുന്നുണ്ട്. നീ നിസ്കരിക്കൂ, ആ ഭാഗത്ത് നിന്ന് മാറി നിസ്കരിക്കൂ, 2 റക്അത്ത് നിസ്കരിക്കൂ. നിൻ്റെ ഫജ്ർ നീ നഷ്ടപ്പെടുത്തരുത്. ഫജ്ർ നഷ്ടപ്പെട്ടാൽ നിൻ്റെ ദീനുൽ ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് നിനക്കൊരു ഉദറല്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം പാഴാക്കാനുള്ള കാരണം എനിക്ക് തഹാറത്തിൻ്റെ നിസ്കാരത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. പിശാച് തോന്നിപ്പിക്കുകയാണ്. അതൊക്കെ കുറേ വുളുവിൻ്റെ കാര്യമൊക്കെ കുറേ പഠിക്കണം, നിസ്കാരമൊക്കെ കുറേ പഠിക്കാനുണ്ട്, കുറേ ദിക്റുകളുണ്ട് എന്ന് ചിന്തിക്കുന്ന സാധുക്കളുണ്ട്. സഹോദരങ്ങളെ, എളുപ്പമുള്ള കാര്യമാണ്. ദീൻ മുഴുവൻ എളുപ്പമാണ്. ഇന്ന ദീന യുസ്ർ. ദീനിൽ എളുപ്പമല്ലാത്ത ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ എളുപ്പമുള്ള കാര്യമാണ്. നിനക്കിനി ഒരുപാട് ഓതാൻ അറിയില്ലെങ്കിൽ നീ ഒന്നും വേണ്ട. നിനക്ക് ഏറ്റവും ചെറിയ ചെറിയ സൂറത്തുകൾ ആകെ പഠിക്കാനുള്ള സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷം പോകുന്ന സൂറത്ത് സുന്നത്താണ്. ചെറിയൊരു ആയത്ത് ഓതിയാൽ തന്നെ നിനക്ക് നിസ്കരിക്കാവുന്നതാണ്. തഹാറത്തിൻ്റെ വിഷയത്തിൽ ഒന്നും പഠിക്കാൻ വളരെ എളുപ്പമാണ്. വുളു എടുക്കുന്ന കാര്യം 4 അവയവങ്ങൾ മാത്രം തർത്തീബിൽ തുടർച്ചയായി കഴുകുക എന്നുള്ളത് മാത്രമാണ് വുളു എന്ന് പറയുന്നത്. കുളി എന്ന് പറയുന്നത് ഒന്നുമില്ല. നിയത്തോടുകൂടി ശരീരം മുഴുവനും നീ നനച്ചു കഴിഞ്ഞാൽ നിൻ്റെ കുളിയായി. അല്ലെ, വലിയ ശുദ്ധിയുണ്ട്, ചെറിയ ശുദ്ധിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചിലർ, അല്ലെ ഞാൻ യാത്രയിലാണ് എന്ന് പറഞ്ഞ് നിസ്കാരം പാഴാക്കുന്നവരില്ലേ. യാത്ര എത്ര എളുപ്പമാണ് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര എളുപ്പമാക്കി തരാണ്. ഫ്ലൈറ്റിലാകട്ടെ, നീ ട്രെയിനിലാകട്ടെ, അവിടെ പ്രയാസമില്ല. ദീൻ എളുപ്പമാണ്. ദീനിൽ ഒരു പ്രയാസമില്ല. നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലേ? സല്ലി ഖായിമൻ, നിന്നാണ് നിസ്കരിക്കേണ്ടത്, അതാണ് അടിസ്ഥാനം. പക്ഷേ ഫൈലം തസ്തത്തിയ, കഴിയുന്നില്ലേ? അവിടെ പ്രയാസമുണ്ടോ? കാലിന് മുട്ടിന് വേദനയുണ്ടോ? അതല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തും അല്ല ഇളക്കങ്ങളുണ്ടോ? നിൽക്കാൻ നേരെ വരാൻ പറ്റാത്ത ഫ്ലൈറ്റോ ട്രെയിനോ കാണോ? അവൻ ഇരുന്നുകൊണ്ട് നിസ്കരിക്കട്ടെ. ഫൈലം തസ്തത്തി ഫഖായിദ, ഇരുന്നുകൊണ്ട് നിസ്കരിക്കട്ടെ. ഇനി ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ, വല്ല രോഗാവസ്ഥയിൽ നീ കിടക്കേണ്ട അവസ്ഥ വന്നോ, അവൻ അല ജംബിൻ, പാർശ്വഭാഗത്ത് ചെരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചാൽ മതി. വുളു എടുക്കാൻ പറ്റുന്നില്ല, വയറുകളൊക്കെ ഉണ്ടോ, ഒരു കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിൽ നിന്നെ ശിക്ഷിക്കുന്നില്ല. നീ തിരഞ്ഞെടുത്ത കാര്യമല്ല ഇതിൻ്റെ രോഗം. നീ വുളു എടുക്കാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് നിനക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്. മണ്ണുണ്ടെങ്കിൽ തയമ്മും ചെയ്യാവുന്നതാണ്. ഇനി ഒരാൾക്ക് അതുപോലും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഫാഖിദു തഹൂറൈൻ, വെള്ളവും വേണ്ട തയമ്മും വേണ്ട, അത് നിസ്കരിക്കണം. അവൻ്റെ അതേ അവസ്ഥ നിസ്കരിക്കണം. അവൻ്റെ മൂത്രമൊഴിക്കുന്ന അതിൻ്റെ പൈപ്പുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ശരി, അവൻ വുളു മുറിയുകയില്ല, അവൻ്റെ തഹാറത്ത് നഷ്ടപ്പെടുകയില്ല. ഇളവുണ്ട് ദീനിൽ, എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുന്നത് അല്ല, എനിക്കൊന്നും ഇതൊന്നും നമുക്കങ്ങനെ പറ്റാത്ത അവസ്ഥയാണ്, നിസ്കാരമൊന്നും വേണ്ടതില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇത്തരം രോഗാവസ്ഥയിലേക്ക് കഴിയുന്ന നമ്മുടെ ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട നസീഹത്തുകളിലും നിങ്ങൾ നിസ്കാരം പാഴാക്കരുത് കേട്ടോ, നിസ്കരിക്കണം. അല്ല മോനെ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഇല്ലേ? സാധുക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്, പറഞ്ഞു കൊടുക്കണം. വെള്ളം ഉപയോഗിക്കാൻ പറ്റൂലെങ്കിൽ എനിക്ക് ഒഴിച്ചു തരാൻ പറ്റും, ഒരു പാത്രം കാണിച്ച് ഒഴിച്ചു തരാൻ പറ്റും. പറ്റൂലെങ്കിൽ ഒരു മണ്ണ് ഞാൻ കൊണ്ടുതരാം പാത്രത്തിൽ, അതിലടിച്ച് മുഖത്തൊന്ന് തടവി, കൈ തടവിയാൽ മതി. ഒന്നും വേണ്ട, നിങ്ങൾ നജസൊക്കെ പോവും, ഒന്നും കുഴപ്പമില്ല, മൂത്രത്തിൻ്റെ പമ്പ് കുഴപ്പമില്ല, നിസ്കരിച്ചോളൂ മോനെ. അപ്പം നിൽക്കേണ്ട ആവശ്യമില്ല, ഇരിക്കാനും കിടന്നങ്ങനെ നിസ്കരിച്ചോളൂ. കിബിലക്ക് നേരെ തിരിയാൻ പറ്റുന്നില്ല, കാരണം ഹോസ്പിറ്റലിലെ ഇത് ബെഡ് ഒരുപോലെയാണ്, അത് തിരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ. അങ്ങനെ തന്നെ നിസ്കരിച്ചാൽ മതി, യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ പ്രതിഫലത്തിൽ പോലും യാതൊരു കുഴപ്പവുമില്ല, കുറയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞു തരും. പിന്നെ എന്താണ് പ്രയാസം? എന്താണ് പ്രയാസം? യുദ്ധത്തിൽ പോലും സഹാബികൾ നിസ്കരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ആയത്തിൽ. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങൾ നൽകിയിട്ട്, ഈ നിർഭയത്വം നൽകിയിട്ട് നിസ്കരിക്കാതിരിക്കാൻ എന്താണ് തടസ്സം? ചില ആളുകൾക്ക് പിശാച് ഉണ്ടാക്കി കൊടുക്കുന്ന കാരണങ്ങളാണ് നിസ്കാരം ഉപേക്ഷിക്കാൻ. ഇനി വേറെ ചിലർ അവർ ചിന്തിക്കുന്നത് 40 വയസ്സ് കഴിയട്ടെ, 50 വയസ്സ് കഴിയട്ടെ, അല്ലെങ്കിൽ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് മതി. ഇപ്പം അങ്ങനെ പിശാച് ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ വസ്വാസുകളാണ്. 7 വയസ്സിൽ ആരംഭിക്കാൻ പറഞ്ഞ കാര്യമാണ് ഇവൻ 40 വയസ്സെന്നോ 50 വയസ്സെന്നോ ഹജ്ജിന് ശേഷമെന്നൊക്കെ പറയുന്നത്. അതുവരെ കുഴപ്പമില്ല എന്ന് ആർക്കറിയാം? ഇവൻ ഇത്രയും കാലം ജീവിക്കുമെന്ന് ആർക്കറിയാം? അതല്ലെങ്കിൽ അടിസ്ഥാനം തന്നെ തെറ്റാണ്. 7 വയസ്സിലാണ് കൽപ്പിക്കപ്പെടുന്നത്. പ്രായപൂർത്തി എത്തുന്നതോടുകൂടി നീ ഉപേക്ഷിക്കുന്ന ഓരോ വക്തിനും
നീ നിസ്കാരം ഉപേക്ഷിച്ചവനായിട്ടാണ്, ദീൻ ഇസ്ലാമിലെ വൃത്തത്തിലില്ല. ആളുകൾ വിചാരിക്കുന്നു ഞാനിപ്പോഴും മുസ്ലിമായിട്ടാണ് നടക്കല്ലേ, എൻ്റെ പേരിലൊക്കെ എല്ലാത്തിലും OBC-യിൽ തന്നെ ഉണ്ട്, എൻ്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, ഞാൻ മുസ്ലിമായ കുടുംബത്തിലൊക്കെയാണ് നടന്നു പോകുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നില്ല. സഹോദര, നീ നിസ്കാരം ഉപേക്ഷിച്ച് നീ കാഫിറായി തീർന്നാൽ നിനക്ക് 2 കൊമ്പൊന്നും മുളക്കുകയില്ല. നീ കാഫിറായി തീർന്നു എന്ന് പറഞ്ഞിട്ട്, അതിൽ നെറ്റിത്തടത്തിൽ നിന്റെ കാഫിർ എന്ന് പറഞ്ഞിട്ട് എഴുത്തൊന്നും വരികയില്ല. നീ ആയിട്ടുണ്ടാകും, നീ അറിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. 40 വയസ്സ് കഴിയാൻ 50 വയസ്സ് കഴിയാൻ ഇത് പിശാച് ഉണ്ടാക്കുന്നതാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഇപ്പോൾ പ്രായമായ ആളുകൾ എത്രയുണ്ട് നമ്മുടെ നാടുകളിൽ? പ്രായമായ ആളുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താണ്? വേഗത്തിലുള്ള മരണമാണ് സംഭവിക്കുന്നത്. 30കളിൽ 20കളിൽ 40കളിൽ 50കളിൽ ആളുകൾ മരിച്ചു പോവുകയാണ്. കാരണമൊന്നുമില്ല. പറയാനുള്ള കാരണം അപകട മരണങ്ങൾ ഒരു വഴിക്കുണ്ട്, അതല്ലാത്ത രൂപത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഹൃദയാഘാതം, കുഴഞ്ഞു വീണ് മരിക്കൽ, ഇതൊക്കെ ചെറുപ്പക്കാർക്കാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പലരും പ്രായമാകുന്നില്ല. പ്രായമുള്ള ആളുകളെ കാണാൻ വളരെ കുറവാണ്. ഒരു മസ്ജിദുകളിൽ പോയാൽ ശരി, നാടുകളിൽ പോയാൽ ശരി, പ്രായമുള്ളൊരു കുറവാണ്, ചെറുപ്പക്കാരേ ഉള്ളൂ. കാരണം പ്രായമാകുന്നില്ല, അതിനു മുമ്പ് ആൾക്കാർ മരിച്ചു പോവാൻ. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവർ ചിന്തിക്കുന്നത് 40 വയസ്സ് 50 വയസ്സ് എന്നൊക്കെ ചിന്തിക്കുകയാണ്. വേറെ ചിലർ ചിന്തിക്കുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിസ്കരിക്കുക എന്ന് പറയുന്നത് ആളുകൾ എന്നെ വലിയ ദീനിയായിട്ടുള്ള ആളാണ്, ഒരു ദീനിനോട് ഭ്രാന്തുള്ള മതഭ്രാന്തുള്ള ആളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. സഹോദര സഹോദരി, റബ്ബ് സുബ്ഹാനഹു വ തആല നീ ഭയപ്പെടുക. ആളുകൾക്ക് വേണ്ടി നീ ഉപേക്ഷിക്കുന്ന ഈ നിസ്കാരം നാളെ ആളുകൾ നിങ്ങൾക്ക് ഇതിന് പകരം നൽകുകയില്ല. പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടി വരുന്ന മറുപടി നമ്മൾ നിസ്കരിക്കുമായിരുന്നില്ല എന്നാണ്. നമ്മൾ നിസ്കരിക്കുമായിരുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്കെത്തും. അവിടെ നിങ്ങൾക്ക് രക്ഷയില്ല. അതുകൊണ്ട് ആളുകൾ എന്ത് ധരിക്കും എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കാര്യമാക്കരുത്. അല്ല, നീ യഥാർത്ഥത്തിൽ നീ നിസ്കാരവും നിൻ്റെ ദീനിയായ ചിഹ്നങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ ആളുകളുടെ പരിഹാസം ഒരു പരിധി കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇസ്സത്ത് നൽകുന്നതാണ്. അതല്ലാതെ നീ കോളേജിലൊക്കെ കാട്ടിക്കൂട്ടുന്ന നിൻ്റെ കൂടെയുള്ള കുറേ ഫ്രണ്ട് സർക്കിളുകൾ, അവരായ കുറച്ച് മുസ്ലിമീങ്ങളല്ലാത്ത ഫ്രണ്ട് സർക്കിളുകൾ, ഇവരെ മുന്നിൽ നീ ഇങ്ങനെ നിസ്കാരമൊക്കെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് നിന്നെ അവർ വലിയ പുകഴ്ത്തുന്നു, നീ വലിയ ആളാണെന്നോ ആരും പറയൊന്നുമില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് പലരും വിചാരിക്കുന്നത്. ഞാനങ്ങനെ നിസ്കാരമൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ നിസ്കാരമൊന്നും ഇല്ലാത്ത രൂപത്തിൽ വളരെ ലിബറലായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ നിസ്കരിക്കുകയൊന്നും ചെയ്യുന്നില്ല, എല്ലാത്തിനും ഞാനുണ്ട്, കള്ളി കുടിക്കുന്ന പാർട്ടിയിലും ഞാനുണ്ട്, ആ രൂപത്തിൽ ഹറാമുകൾക്ക് ഞാനുണ്ട്, അങ്ങനെയൊക്കെ കൂടിക്കൊടുത്താൽ നീ ഭയങ്കരമാകുമെന്നുള്ള നിൻ്റെ ധാരണ യഥാർത്ഥ പിശാചുണ്ടാക്കി തരുന്നതാണ്. നിന്നോട് പുച്ഛമല്ലാതെ ജനങ്ങൾക്കില്ല, നല്ലവരായ ആളുകൾക്ക് നിന്നോട് പുച്ഛമല്ലാതെ ഇല്ല. ഈ ആളുകൾക്ക് പോലും നിന്നോട് വലിയ മതിപ്പുണ്ടായിട്ടൊന്നുമല്ല. നീ നിൻ്റെ ഇസ്ലാമായി മുസ്ലിമായി തുടരുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലൻ തർദ അൻകൽ യഹൂദ വന്നസാറ ഹത്താ തത്തബിഉ മില്ലതഹും, നീ അവരുടെ മില്ലത്ത് പിൻപറ്റുന്നത് വരെ, അവരുടെ മതം പിൻപറ്റുന്നത് വരെ യഹൂദ നസ്രാണികൾക്ക് നിന്നോട് തൃപ്തിയൊന്നും ഉണ്ടാവുകയില്ല. നീ കുറേ യഹൂദികളെപ്പോലെ കുറേ നസ്രാണികളെപ്പോലെ കുറേ ഗോഷ്ടി കാണിച്ച്, അവരെ പോലെ വേഷം ധരിച്ച്, അവരെ പോലെ മുടിയാക്കി, അവരെ പോലെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, അപ്പോഴേക്കും അവർ നിന്നെ ഭയങ്കര പരിഷ്കൃതനാണ്, നീ അങ്ങനെ, നീ കുറച്ച് മോഡേണാണ്, നീ അങ്ങനെ ലിബറലാണ്, നീ അങ്ങനെ ഈ രൂപത്തിലുള്ള കൺസർവേറ്റീവ് ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അവർ നിന്നെ വലിയ ആളായി കൊണ്ടു നടക്കുന്നില്ല. ഉള്ളിൽ പുച്ഛമാണ് നിങ്ങളോടൊക്കെ. ഉള്ളിൽ പുച്ഛമേ ഉള്ളവർക്ക് അവരുടെ മതം പിൻപറ്റി നിങ്ങൾ ദീനുൽ ഇസ്ലാം ഉപേക്ഷിക്കാതെ അവർക്ക് നിങ്ങളോട് യാതൊരു തൃപ്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവരെ കാണിക്കാൻ വേണ്ടി, ചുറ്റുമുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയൊന്നും അങ്ങനെ തത്രപ്പാടുണ്ടാക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എത്തിയാൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, മനിൽ തമസ റിളല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനിൽ തമസ റിളല്ലാഹ് ബിസഖ്തിൻ നാസ് റളിയല്ലാഹു അൻഹു വഅർദൻ നാസു അൻഹു. ആരെങ്കിലും ജനങ്ങളുടെ കോപം വകവെക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ റളിയല്ലാഹു അൻഹു വഅർദൻ നാസു അൻഹു, അല്ലാഹു ആദ്യം അവനെ തൃപ്തിപ്പെടും, വഴി ജനങ്ങളും അവനെ തൃപ്തിപ്പെടും. എന്നാൽ വമനിൽ തമസ റിളൻ നാസ്, ആരെങ്കിലും ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, ജനങ്ങൾ എന്നെ നല്ല ആളായിട്ടൊക്കെ പറയണമെങ്കിൽ ബിസഖ്തില്ല, അപ്പുറത്ത് അള്ളാഹിനെയാണ് നീ കോപിപ്പിച്ചിട്ടുള്ളതെങ്കിൽ സഖിതല്ലാഹു അലൈഹി വഅസ്ഖത അലൈഹി നാസ്, അള്ളാഹു ആദ്യം നിന്നോട് കോപിക്കും, ഈ ജനങ്ങൾ കോപിക്കും. കാരണം ജനങ്ങൾ നിന്നെ തൃപ്തിപ്പെടണോ ഇഷ്ടപ്പെടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ് കാര്യം. നീ അള്ളാഹിനെ വെറുപ്പിച്ചിട്ട് ജനങ്ങളോട് മുന്നിൽ നല്ല ആളാകാൻ ചമഞ്ഞാൽ അവസാനം ജനങ്ങളും നിന്നെ വെറുക്കും, ആരും ഉണ്ടാവില്ല. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. വേറെ ചിലർ ചിന്തിക്കുന്നത് ആഴ്ചയിലുള്ള നിസ്കാരത്തിന് പകരമായിട്ട് ഒരു ജുമാ നിസ്കാരം മതി എന്ന് ചിന്തിക്കുന്ന സാധുക്കളുണ്ട്. ആഴ്ചയിൽ നമ്മൾ ജുമാക്ക് പോവുക, അപ്പോൾ പിന്നെ ഈ ആഴ്ചത്തൊക്കെ ജുമയിലൂടെ അങ്ങോട്ട് ശരിയാകുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്, റജുലിൻ ലാ യുസല്ലി ഇല്ല ജുമാ ഫഖത്ത്, ആ ജുമാ മാത്രം നിസ്കരിക്കുന്നുള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഹുവ ഫിന്നാർ, നരകത്തിലാണെന്നാണ്. കാരണം ആഴ്ചയിലുള്ള 7 ദിവസത്തിൽ
5 നേരത്തെ നിസ്കാരങ്ങൾ, 35 നിസ്കാരങ്ങളുണ്ട്. അതിലൊരു ജുമാ നിസ്കരിക്കുമ്പോഴേക്കും ബാക്കിയുള്ള 34 നിസ്കാരങ്ങൾക്ക് പകരമാകും എന്ന് ചിന്തിക്കുന്ന വിഡ്ഢി. എത്ര വലിയ വിഡ്ഢിത്തരമാണത്. ജുമാ നിസ്കാരം നിനക്ക് നിർബന്ധമായ കാര്യമാണ് ആഴ്ചയിൽ. ബാക്കിയുള്ള നിസ്കാരങ്ങളും നിർബന്ധമാണ്, ഒന്നൊന്നിന് പകരമാവുകയില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജുമാ കൊണ്ടോ അതല്ലെങ്കിൽ റമളാനിൽ മാത്രം നിസ്കരിച്ചത് കൊണ്ടോ പെരുന്നാളിന് നന്നായതുകൊണ്ടോ ഒന്നും കാര്യമില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സദാ ഇബാദത്ത് ചെയ്ത് നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകളെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, മൻ യുഹാഫിളു അലാ മവാഖീതിഹാ വ ഹുദൂദിഹാ വ അർകാനിഹാ ളാഹിറ വ വുളൂഇഹാ. അവൻ ഈ പറയുന്ന കാര്യം, ഒന്നാമത്തെ ആൾ പാഴാക്കിയ കാര്യങ്ങളെല്ലാം അതില്ല, അവനതൊക്കെ സമയമൊക്കെ കൃത്യമാണ്, അവൻ റുക്നുകളും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വുളൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലാക്കിൻ ഖദ് ളയ്യ മുജാഹദത നഫ്സിഹി ഫിൽ വസ്വസതി ഫദഹബ മഅൽ വസ്വസതി വൽ അഫ്കാർ. അവൻ ഇങ്ങനെ ഒരുപാട് ഫിക്റുകളും ചിന്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. എപ്പോഴും ചിന്തകൾ, എപ്പോഴും ആ രൂപത്തിൽ പല ചിന്തകളാണ്, അള്ളാഹിനെ കുറിച്ചിട്ടും ചിന്തിക്കുന്നില്ല. പക്ഷേ അത് മാറണമെന്നുള്ള ചിന്ത പോലും അവനില്ല. അവൻ ആ ചിന്തയിൽ തന്നെ എപ്പോഴും അങ്ങനെ നിസ്കരിക്കണം. ഇങ്ങനെ വെറുതെ നിസ്കരിക്കുന്നു, പോകുന്നു, ഈ ചിന്തയിലാണ്. എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത്, ഒന്നും അറിയില്ല. എന്നാൽ ഈ പറയുന്ന റുക്നുകളോ വാജിബുകളോ ഒക്കെ എല്ലാം പാലിച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇതിൽ ഏത് പദവിയിലാണ് നമ്മളുള്ളതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു പരിശ്രമവും അവൻ്റെ അടുത്തില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, മൻ ഹാഫള അലാ ഹുദൂദിഹാ വ അർകാനിഹാ. ഈ പറഞ്ഞ ആദ്യത്തെ രണ്ടാമത്തെ വിഭാഗം ചെയ്യുന്ന ആളെ പോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ ഒരു പ്രത്യേകത, വജാഹദ നഫ്സഹു ഫി ദഫ്ഇൽ വസാവിസി വൽ അഫ്കാർ. അവനുണ്ടാകുന്ന ഈ വസ്വാസുകളും ദുർബോധനകളും ചിന്തകളൊക്കെ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിശ്രമം അവൻ ചെയ്യുന്നുണ്ട്. ഫഹു മശ്ഗൂലുൻ ബിമുജാഹദതി അദുവിഹി ലിഅല്ലാ യസ്രിക സ്വലാതഹു വഹുവ ഫി സ്വലാത്തിൻ വജിഹാദ്. അവൻ്റെ നിസ്കാരത്തെ മോഷ്ടിച്ചെടുക്കുന്നത്, ഇതൊക്കെ ഹദീസിൽ വന്ന ഭാഗങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുക, അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. നിന്റെ നിസ്കാരത്തിൽ നിന്നും മോഷ്ടിച്ചെടുക്കാൻ വരുന്ന പിശാചുക്കളുണ്ട്, ആ പിശാചുമായിട്ടുള്ള യുദ്ധത്തിലാണ്. അഥവാ അദ്ദേഹം പറയുന്നത് ഫഹുവ ഫി സ്വലാത്തിൻ വജിഹാദ്, നിസ്കാരത്തിലും ജിഹാദിലുമായി തുടരുന്നൊരു അവസ്ഥയാണ്. അവൻ എങ്ങനെ ചിന്ത വരുമ്പോൾ ഉടനെ തന്നെ, അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലാത്ത ചിന്തകൾ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇടതുഭാഗത്തേക്ക് അല്പം ഉമിനീരോടുകൂടി തുപ്പുക എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എടുത്തുഭാഗത്ത് ആരും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാം. എന്നാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഇത് രണ്ടും പറയാം, ഈ തുപ്പുകയും ചെയ്യാം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാം. ഖിൻസബ് എന്ന് പറയുന്ന പിശാചാണ്. അവൻ്റെ പണി തന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഓരോ പണികളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മറന്നുപോയ കാര്യങ്ങളൊക്കെ നിസ്കാരത്തിൽ വന്ന് ഓർമ്മിപ്പിക്കും. ഇങ്ങനെ ആയിട്ടുള്ളൊരു ഇത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ് സഹോദരങ്ങൾ. നമ്മൾ പരിശ്രമിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമാണ്. നമ്മൾ ഈ പറയുന്ന കാറ്റഗറിയിലേക്ക് എത്താൻ റബ്ബിൻ്റെ പരീക്ഷണമാണ്. നമ്മളങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് എന്നും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പരിശ്രമിക്കുന്ന ആളുകളായി തീരുമോ ഇല്ലേ എന്നുള്ള പരീക്ഷണമാണ്. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം അതിൻ്റെ മുകളിലുള്ള ആളുകളാണ്. മൻ ഇദാ ഖാമ ഇല സ്വലാത്തി, നിസ്കരിക്കാൻ നിന്നാൽ അക്മല ഹുഖൂഖഹാ വ അർകാനഹാ വ ഹുദൂദഹാ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പാലിക്കപ്പെടേണ്ടതായി എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. വസ്തഗ്റഖ ഖൽബുഹു മുറാഅത ഹുദൂദിഹാ വ ഹുഖൂഖിഹാ ലിഅല്ലാ യളീഅ ശൈഉം മിൻഹാ. അവൻ്റെ എന്തെങ്കിലുമൊക്കെ പാഴാകാതിരിക്കാൻ അവൻ്റെ കൽബ് മുഴുവനും അവൻ ഇതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ബൽ ഹമ്മുഹു കുല്ലുഹു മസ്റൂഫുൻ ഇലാ ഇഖാമത്തിഹാ കമാ യംബഗി ഇക്മാലിഹാ വ ഇത്മാമിഹാ. നേരത്തെ ഉള്ളവനെ പോലെ വലിയ അതിൽ മാത്രം ശ്രദ്ധിക്കുന്നവനല്ല, അവൻ അതിനേക്കാൾ അപ്പുറത്തെ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒന്നുകൂടി പദവിയിലേക്ക് എത്തി ആ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉള്ളവൻ പിശാചുമായി ഇങ്ങനെ മൽപ്പിടുത്തത്തിലാണ്, ഇവൻ അതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനേക്ക് അപ്പുറത്തേക്ക് എത്തി ഒന്നുകൂടി നല്ല രീതിയിൽ അള്ളാഹുമായി അടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന ആളാണ് ഈ നാലാമത്തെ ആൾ. ഖദിസ്തഗ്റഖ ഖൽബുഹു ശഅന സലാത്തി ഉബൂദിയത്തു റബ്ബിഹി തബാറക വ തആല ഫീഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ കൽബ് മുഴുവൻ അതിൽ മുങ്ങിയിരിക്കുകയാണ്. അപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിസ്കരിക്കുന്ന ഒരുവൻ വളരെ മഹത്തരമായ ഒരു പദവിയാണ് ഈ നാലാമത്തെ പദവി എന്ന് പറയുന്നത്. ഇവന് മൂന്നാമത്തെ ആളെ പോലെയുള്ള പ്രയാസമില്ല, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയില്ല. എന്ന് പറഞ്ഞാൽ ഇവൻ ഈ പദവി കടന്നിട്ട് മുകളിലേക്ക് എത്തിയവനാണ്. ഇവനെപ്പോഴും നിസ്കരിക്കാൻ നിന്നാൽ എന്ത് ചെയ്യും? ഇവൻ ഈ പദവിയിലേക്ക് എത്താൻ സഹോദരങ്ങളെ നിസ്കാരത്തിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. നിസ്കാരത്തിന് മുമ്പുള്ള തിരക്കുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലായി ഈ പദവികളിലേക്ക് എത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം പഠിപ്പിച്ചു വരുന്നത്. ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്യാണ്? നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ വുളു എടുത്തുകൊണ്ട് ഒരാൾ മസ്ജിദിലേക്ക് നടന്നു വന്നാൽ തന്നെ വഹുവ ഫിസ്സല, അവൻ നിസ്കാരത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവൻ നിസ്കാരത്തിലെന്നതുപോലെ പ്രതിഫലമാണ്.
അത് നിസ്കാരത്തിലാകുന്നത് പോലെയാണ്. അവൻ കാലെടുപ്പാട് വെക്കുന്ന ഓരോന്നിനും പ്രതിഫലങ്ങളും അവൻ്റെ പാപങ്ങളും പൊറുക്കലും ഒക്കെ ആയിട്ട് അത് നിസ്കാരത്തിൽ തന്നെയാണ്. അവൻ നേരത്തെ എത്തിക്കൊണ്ട് മസ്ജിദിൽ വന്ന് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തെ കാത്തു നിന്നാൽ വഹുവ ഫിസ്സല, അവൻ നിസ്കാരത്തിൽ തന്നെയാണ്. അതോ അവൻ്റെ ചിന്ത മുഴുവനും നിസ്കാരത്തിലായി നിസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരുവനാണ്. അങ്ങനെ ഖുശൂവിന് തടസ്സമാകുന്ന ഒന്നുമില്ല. ഇപ്പോൾ ഖുശൂ എന്ന് പറയുന്ന കാര്യം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ശരീഅത്തിൽ ഖുശൂ നഷ്ടപ്പെടുന്ന സമയത്ത് ജമാഅത്ത് നിസ്കാരത്തിന് പോലും ഇളവ് നൽകിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണം ഇവിടെ ഹാജരായി വീട്ടിൽ, മസ്ജിദിൽ നിന്നും ഇഖാമത്ത് വിളിച്ചാലും അതിന് പോകേണ്ടതില്ല എന്നാണ്. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിനക്ക് ഇതിൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് ശേഷം നീ പോയാൽ മതി, ജമാഅത്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് കുറ്റമില്ല. കാരണം നിസ്കാരം കൊണ്ട് എങ്ങനെയും നിർവഹിച്ച് തീർക്കാന്നുള്ളതല്ല. അതിനർത്ഥം സഹോദരങ്ങൾ എപ്പോഴും നിസ്കാരത്തിന് സമയമാകുമ്പോൾ ഭക്ഷണം വിളമ്പിയിരിക്കുക എന്നുള്ളതല്ല. മറിച്ച് അങ്ങനെ അവസ്ഥ വന്നാൽ അപ്പോൾ പോലും ഹദീസുണ്ട്, ഇഖാമത്ത് വിളിച്ചാൽ ഇവിടെ അശ തയ്യാറായിട്ടുണ്ടെങ്കിൽ, രാത്രി ഭക്ഷണം തയ്യാറായിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുവന് നിസ്കാരമില്ല, അവന് എന്തുണ്ട്, അവന് മലമൂത്ര വിസർജനം നടത്താനുണ്ട്, ആ സമയത്ത് നിസ്കാരമില്ല. കാരണം എന്താണ്, എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ. ഈ കാര്യനിർവഹണം നടത്തി ഹൃദയം മുഴുവനും മനസാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിനെ ചിന്തിക്കുന്ന രൂപത്തിലേക്ക് അവൻ എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇളവ് നൽകുന്നത്. ഖുശൂ ഇല്ല എങ്കിൽ അവന് പല അളവുകൾ വേറെയുമുണ്ട്. ഒന്നാമത്തെ സഫിൽ വളരെ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ് ഒന്നാമത്തെ സഫ്. പക്ഷെ അവിടെ ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണങ്ങളാണ്. അവിടെ നിന്നിട്ട് അവൻ നിസ്കരിക്കാനേ പറ്റുന്നില്ല, ഭയങ്കര പ്രയാസം, അല്ലെങ്കിൽ മുന്നിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ണിന് അലട്ടുന്നതായ കാഴ്ചകൾ. ആ ഒരു കാരണത്താൽ മാത്രം അവൻ രണ്ടാമത്തെ സഫിലേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ ആ നിലക്ക് അവൻ ഒന്നാമത്തെ സഫിനേക്കാളും ശ്രേഷ്ഠത അവിടെ കിട്ടുമെന്നാണ്. കാരണം അവൻ ഖുശൂവിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ഇവിടെ നിൽക്കുമ്പോൾ അവന് ഖുശൂ നഷ്ടപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ പോയത്. കാരണം ആ സ്ഥലത്തിനേക്കാളും പ്രാധാന്യമുണ്ട് ആ നിസ്കാരത്തിൻ്റെ ഖുശൂവിനെ സംരക്ഷിക്കാൻ എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ആ നിലക്ക് എല്ലാ നിലക്കുള്ള പൈശാചിക വസ്വാസുകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടുള്ളൊരു പദവിയാണ് നാലാമത്തെ പദവി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പദവിയിലേക്ക് അദ്ദേഹം പറയുന്നത് മൻ ഇദാ ഖാമ ഇല സ്വലാത്തി ഖാമ ഇലൈഹ കദാലിക്. ഇതേപോലെ തന്നെ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ അവൻ നിസ്കരിക്കാൻ നിൽക്കും. വലാകിൻ മാ ഹാദാ ഖദ് അഖദ ഖൽബഹു വവദഅഹു ബൈന യദൈ റബ്ബിഹി അസ്സ വജൽ. പക്ഷേ അവൻ അവൻ്റെ കൽബിനെ അവൻ്റെ അള്ളാഹുവിൻ്റെ മുന്നിൽ എടുത്തു വെച്ചതുപോലെയാണ്. നാദിറൻ ബിഖൽബിഹി ഇലൈഹി മുറാഖിബൻ ലഹു മുംതലിഅൻ മിൻ മഹബ്ബതിഹി വഅളമതിഹി കഅന്നഹു യറാഹു വശാഹിദുഹു. അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. നമ്മൾ ഇഹ്സാനിനെ കുറിച്ച് ഹദീസിൽ കേട്ടിട്ടുണ്ടാകും. തഅബ്ദുല്ലാഹ കഅന്നക തറാഹു മർതബതു അൽ മുശാഹദ. അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനെ ഭൂമിയിൽ കാണാൻ കഴിയുകയില്ല, പക്ഷെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യും. അള്ളാഹ് മുന്നിലുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ മുന്നിൽ തന്നെയുണ്ട്, അള്ളാഹു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന അവസ്ഥയിൽ അള്ളാഹുവിനോടുള്ള അതിയായ സ്നേഹവും അവനോടുള്ള അതിയായ ബഹുമാനവും കൊണ്ട് അവനെ കാണുന്നത് പോലെയുള്ള നിസ്കാരമാണ്. അവൻ്റെ വസ്വാസുകളും മറ്റുമെല്ലാം ഇല്ലാതായിട്ടുണ്ട്. അവനുക്കും അവൻ്റെ റബ്ബിനും ഇടയിലുള്ള ഹിജാബ് മറ അതങ്ങ് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്. നേരെ റബ്ബിൻ്റെ ഉള്ളതുപോലെയാണ്. ഫഹാദ ബൈനഹു ബൈന ഗൈരിഹി ഫിസ്സലാ അഫ്ളലു വഅഅലമു ബിമാ ബൈന അസ്സമാഇ വൽ അർദ്. ഇവനും അപ്പുറത്തുള്ള ഒരുവൻ്റെയും നിസ്കാരം എന്ന് പറയുന്നത് അത് ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം പോലെയുള്ള നിസ്കാരമാണ്. വഹാദ ഫീ സ്വലാത്തി മശ്ഗൂൽ ബിറബ്ബിഹി അസ്സ വജൽ ഖരീറുൽ ഐൻ. കൺകുളിർമയോടുകൂടി തൻ്റെ റബ്ബുമായി തിരക്കിലായിരിക്കുകയാണ്, അള്ളാഹുവായിട്ടുള്ള തിരക്കിലാണ്. ഇങ്ങനെയുള്ള മുൻഗാമികളുടെ ചരിത്രമാണ് നമുക്ക് ഒരുപാട് കേൾക്കാൻ സാധിക്കുന്നത്. ഒരാളുടെ കാല് മുറിക്കാൻ പറഞ്ഞപ്പോൾ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ നിൽക്കാം, ആ സമയത്ത് നിങ്ങൾ മുറിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയുന്നില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള സംഭാഷണത്തിലാണ്. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? അവർ കമ്പെയ്ത്ത് രക്തം വാർന്നൊലിക്കുമ്പോൾ പോലും അവരിൽ ചിലർ അറിയുന്നില്ല, നിസ്കാരത്തിലാണ്. ഇത് സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ലഭിക്കുന്ന ഉന്നതമായ സ്ഥാനമാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സദാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഫർദിന് പുറമെ സുന്നത്തുകളൊക്കെ ചെയ്തുകൊണ്ട്, അതുപോലെ ഹറാമുകൾക്ക് പുറമെ കറാഹത്തുകൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് സദാ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതുപോലെ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മഹത്തരമായ പദവിയാണ്. ഇവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ തന്നെ, നേരിട്ട് കാണുന്നത് പോലെ തന്നെ അവർ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഫൽ ഖിസ്മുൽ അവൽ മുആഖബ്. നമ്മൾ ആദ്യം പറഞ്ഞ പാഴാക്കി കളയുന്ന ആളുകൾ അവർ ശിക്ഷിക്കപ്പെടുന്നവരാണ്. വസ്സാനി മുഹാസബ്. രണ്ടാമത്തെ ആളുകളുണ്ട്, ഇങ്ങനെ വസ്വാസ് ഉണ്ട്, അതിനോട് പോരാടുന്നൊന്നുമില്ല, അവർ മുഹാസബ് വിചാരണയാണ്.
അവർ രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ളത് പരലോകത്തെ അറിയാൻ പറ്റുള്ളൂ. വസ്സാലിസു മുകഫറുൻ അൻഹു, മൂന്നാമത്തെ ആൾ അങ്ങോട്ട് പരിശ്രമിക്കുന്ന ആളാണ്. എപ്പോഴും പിശാചിൻ്റെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ നന്നാകാൻ വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്ന ആളാണ്, അവർക്ക് പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. വറാബിയ മുസാബ്, നാലാമത്തെ ആൾ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ആളാണ്. നാലാമത്തെ ആൾക്ക് പാപങ്ങളാണ്, മൂന്നാമത്തെ ആൾക്ക് പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്, നാലാമത്തെ ആൾക്ക് അതിനപ്പുറത്തേക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. വൽ ഖാമിസു മുഖറബുൻ മിൻ റബ്ബി, റബ്ബിനോട് സാമീപ്യം സിദ്ധിച്ച മുഖറബീങ്ങളിൽ ഉൾപ്പെടുന്ന ആളാണ് അഞ്ചാമത്തേത് എന്നാണ് പറയുന്നത്. ലിഅന്നഹു ലഹു നസീബൻ മിമ്മൻ ജുഇലത് ഖുറത്തു ഐനിഹി ഫിസ്സലാ ഫമൻ ഖറത് ഐനുഹു ബിസ്സലാത്തിഹി ഫിദ്ദുനിയ ഖറത് ഐനുഹു ബിഖുർബിഹി മിൻ റബ്ബിഹി അസ്സ വജൽ ഫിൽ ആഖിറ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നിസ്കാരം അവൻ്റെ കൺകുളിർമയായി തീർന്നിരിക്കുകയാണ്. ആർക്ക് നിസ്കാരം കൺകുളിർമയായി തീർന്നുവോ പരലോകത്ത് അവന് റബ്ബിൻ്റെ സാമീപ്യം ലഭിക്കുന്നതായിരിക്കും, കൺകുളിർമയുള്ള കാഴ്ച അവൻ ലഭിക്കുന്നതായിരിക്കും തുടങ്ങി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള അടുപ്പം സിദ്ധിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന നിസ്കാരം നിസ്കരിക്കുക, ഇതാണ് മുൻഗാമികൾ നിസ്കരിച്ച നിസ്കാരം. ഈ നിസ്കാരങ്ങൾക്കാണ് അവർ ആഗ്രഹിച്ചത്. ഇങ്ങനെയുള്ള നിസ്കാരം അത് ആസ്വാദികരമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബിലാലിനോട് ഇഖാമത്ത് കൊടുക്കും, എനിക്ക് നിസ്കാരം കൊണ്ട് തൃപ്തി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചത്, റാഹത്ത് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. കാരണം ആ നിസ്കാരത്തിൽ അവർ ആസ്വാദനം ലഭിക്കുകയാണ്. ഹറാമുകൾ ചെയ്യുന്ന ആളുകൾക്ക് ലഹരികൾ കൊണ്ട് കിട്ടുന്ന ആസ്വാദനത്തെക്കാൾ, അതുപോലെയുള്ള തിന്മകൾ ചെയ്യുന്ന ആളുകൾ അതിൽ നിന്നും കിട്ടുന്ന ആസ്വാദനത്തെക്കാൾ ഈ പറയുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ ആസ്വാദനം ലഭിക്കുന്നതാണ്, അതിൻ്റെ ലദ്ദത്ത് ലഭിക്കുന്നതാണ്. അതിനേക്കാളും വലിയ ആസ്വാദനം അവർ ദുനിയാവിൽ അത് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അവരുടെ റബ്ബുമായിട്ടുള്ള മുനാജാത്ത് കാരണത്താൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പദവിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യമായി ആഗ്രഹമായി മാറേണ്ടത്. അതിന് സദാ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതിനുവേണ്ട മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഖുർആൻ നിസ്കാരത്തിലെ ദിക്റുകളും നിസ്കാരത്തിലെ പ്രാർത്ഥനകളുമെല്ലാം, അതിൽ ഓതുന്ന പാരായണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ വിശാലമായ അർത്ഥങ്ങളും ഒക്കെ ചിന്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സുന്നത്തുകളെല്ലാം നമ്മൾ പരമാവധി പാലിക്കണം. അങ്ങനെ എപ്പോഴും നമ്മുടെ ചിന്ത ഏറ്റവും നല്ല ഈ പദവിയിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയായിരിക്കണം മരണം വരെ. ആ പദവിയിലേക്ക് എത്തണമെന്ന ചിന്തയോടുകൂടി എപ്പോഴും ഇബാദത്തുകൾ സഹോദരങ്ങളെ നമ്മൾ ചെയ്യണം. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.